അവസരമാണ്. 4 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് സുന്നിപക്ഷത്തു നിന്നുള്ള ഉത്തരങ്ങളുമായി 10 ചോദ്യവും 10 ഉത്തരവും ഉണ്ടാവും. അതിന് മുജാഹിദ് പക്ഷത്തു നിന്ന് ചോദ്യം ചോദിക്കാനുള്ളവരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായിരുന്നാലും മുസ്ലിയാക്കന്മാർ അവരുടെ ചോദ്യങ്ങളുടെ വലിപ്പം പൊലിപ്പിക്കുന്നു, പെരുപ്പിക്കുന്നു എന്നല്ലാതെ അതിന്റെ പ്രാമാണികമായ ഉത്തരത്തെ തൊടുവാനോ ശ്രദ്ധിക്കുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നത് കഴിഞ്ഞ സമയങ്ങളിൽ ഇത് കേട്ടവർക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇമാം റാസി റഹിമഹുള്ളയുടെ ഇബാറത്ത് ആവർത്തിച്ചാവർത്തിച്ച് ഇവിടെ വായിച്ചിരുന്നു. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. അത് തൊടാൻ ധൈര്യം കാണിക്കാതെ പിന്മാറി എന്നത് ഇവിടെ തെളിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി വായിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവർ എഴുതിയ വാദം പൊളിയുമെന്ന് മാത്രമല്ല, ആ വാദത്തിന്റെ മറവിൽ അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ശിർക്കനാശയങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്ന കൃത്യമായ ബോധം അവർക്കുണ്ട്. ഏതായിരുന്നാലും ഇനി നമ്മുടെ അവസരങ്ങളിൽ പ്രാമാണികമായി തന്നെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അവരെഴുതിയ വാദത്തെ ആസ്പദമാക്കി തന്നെ ചോദ്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് ആദ്യമായി പ്രവേശിക്കുന്നത്. ഇവിടെ എഴുതിയ വാദപ്രകാരം ഒന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം, സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ്. ചോദ്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ്. ആ രൂപത്തിലാണ് അവരുടെ വാദം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ, ഇനി ഇത് വാദവുമായി ബന്ധമല്ല, വിഷയവുമായി ബന്ധമല്ല എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കണ്ട. ചോദ്യത്തെ കൃത്യമായി ശ്രദ്ധിക്കുകയും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. വിഷയാവതരണം കാണിച്ച പോലെ ഇസ്തിഗാസാന് തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ വേറെന്തൊക്കെ വഴിയിലേക്ക്, ഉസ്താദിന് വേണ്ട വഴിയിലേക്ക് വിഷയം തിരിച്ചുവിട്ട പോലെ ഈ ചോദ്യത്തെ തിരിച്ചുവിടാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അത് കൃത്യമായി നിങ്ങൾ ആ ചോദ്യത്തെ പിന്നെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും തയ്യാറാവുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഇനി ചോദ്യം കേട്ടില്ല അല്ലെങ്കിൽ ചോദ്യം അറിഞ്ഞില്ല എന്നൊന്നും പിന്നെ പറയണ്ട. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതല്ലാത്ത രൂപത്തിൽ പിന്നെ വിഷയാവതരണത്തിൽ കാണിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് റുബൂബിയത്താണ്, റബ്ബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രൂപത്തിലൊന്നും പറഞ്ഞ് കാരണം അറിയാൻ ശ്രമിക്കണ്ട. വളരെ ഗൗരവത്തോടുകൂടി ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? നിങ്ങൾ എഴുതിയ വാദം നിങ്ങൾക്ക് തന്നെ അടിയാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഇനി അത് ഉണ്ടില്ല അല്ലെങ്കിൽ ഇല്ലുണ്ട് ഒന്നും പറഞ്ഞ് കളിക്കണ്ട. കൃത്യം അതെ, എല്ലാം ചോദിക്കാം. നിങ്ങളെ വാദം എല്ലാം ചോദിക്കാമെന്ന നിങ്ങളുടെ വാദത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. അതുകൊണ്ട് സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد.
ഈ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ആളാണ് ഇപ്പൊ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മൂസ സലാഹി ആണെന്നാണ് നേരത്തെ പരിചയപ്പെടുത്തപ്പെട്ടത്. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ചോദ്യം വിഷയത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. എന്താ ഞങ്ങളുടെ വിഷയത്തിലുള്ളത്? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മഹാന്മാരോട് ചോദിക്കാം എന്നാണോ ഞങ്ങളുടെ വിഷയത്തിലുള്ളത്? ഞങ്ങളെ വിഷയം ശരിക്ക് നിങ്ങൾ മറന്നുപോയി അല്ലേ? ഞങ്ങളുടെ വിഷയത്തിലുള്ളത് എന്താണ് ഞങ്ങൾ വാദിച്ച വിഷയം എന്താണ്? ഞങ്ങളുടെ വിഷയം കറക്റ്റാണ്. മുസ്ലിങ്ങൾ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കല്ല. അതാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യം എന്താണ്? ചോദ്യത്തിന് മറുപടി കൃത്യമായി ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നവവി ഇമാമിന്റെ ഇബാറത്തും റാസിയുടെ ഇബാറത്തുമാണ് അല്ലേ ഇപ്പൊ നിങ്ങൾ കളിച്ചത്? എന്താ നവവി ഇമാമിന്റെ ഇബാറത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ച ഇബാറത്തിന്റെ അപ്പുറം എന്താ നിങ്ങൾ വായിക്കാത്തത്? സാധാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കൈകളിലൂടെ നടത്താത്ത കാര്യങ്ങൾ സഅല റബ്ബഹു ദാലിക, റബ്ബിനോട് ചോദിക്കണം. അതിന്റെ താഴെ എന്തേ മൗലവിമാരെ ഒരൊറ്റ കുട്ടി എന്തേ വായിക്കാതിരുന്നത്? വായിച്ചാൽ നിങ്ങൾ പെടും. അതിന്റെ താഴെ ഇങ്ങോട്ട് വായിക്കണം. ജൂതന്മാരെ പണി നടത്താൻ പാടില്ല. ഒരല്പം വായിച്ചത് ബാക്കിയുള്ള യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, ഈ പണി ഞങ്ങൾ നടത്തിയത്. എന്താണ് ഇതിന്റെ താഴെ പറഞ്ഞത്? വഇൻ കാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വ തആല യുജ്രിഹ അലാ ഐദി ഖൽഖിഹി, സൃഷ്ടികളുടെ കയ്യിൽ സാധാരണ നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോഴും ആരോട് ചോദിക്കണമെന്നാ? സൃഷ്ടികളോട് ചോദിക്കണമെന്നല്ല ആ ഇബാറത്തിലുള്ളത്. സഅലല്ലാഹു തആല അൻ യഅ്തിഫ അലൈഹിം ഖുലൂബഹും, അപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്നാ. അപ്പൊ ഇത് കമാലിന്റെ ഭാഗമാണ്. ഇത് തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമല്ല. സാധാരണം അസാധാരണം ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം. എത്രത്തോളം ഇത് നിർദ്ദേശിക്കപ്പെട്ട സ്വഹാബിമാർ അവരുടെ കയ്യിൽ നിന്നൊരു തൂവാല ചാടിയാൽ പോലും അവര് അടുത്തുള്ള ആളുകളോട് ചോദിക്കാറില്ല അതെടുക്കാൻ. അത് സ്വയം എടുക്കുക. ആ അടിസ്ഥാനത്തിൽ അമല് ചെയ്ത സ്വഹാബിമാരുണ്ട്. അപ്പൊ അത് രണ്ടും അള്ളാഹുവിനോട് ചോദിക്കണം എന്നാ. അത് ഇബാറത്ത് താഴെ എന്തേത് ഇതുവരെ നിങ്ങൾ വായിക്കാതിരുന്നത്? റാസിയിൽ പറഞ്ഞത് അങ്ങനെ തന്നെ. എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അത് അള്ളാഹു സാധാരണ കാരണങ്ങളിലൂടെ ചെയ്യുന്നതുമുണ്ട്, സാധാരണമല്ലാത്ത ആണ് പറഞ്ഞത്. ഏതാണ്? മുഅ്മിനീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി കൊടുത്തത്, അതും അള്ളാഹു തന്നെയാണ് ചെയ്തത് എന്നാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളതുമായൊരു വിഷയമേ അല്ല റാസിയുടെ ഇബാറത്തിലുള്ളത് മറ്റൊരു വിഷയമാണ്. എന്താണ് വിഷയം? അത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ സഹായത്തെ രണ്ടായിട്ട് തരംതിരിച്ചതാണ്. രണ്ടും അള്ളാഹു തആല തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റാസി പറയുന്നത്. അല്ലാതെ ഒന്ന് അള്ളാഹു ചെയ്യുന്നത് മറ്റേത് സൃഷ്ടികൾ ചെയ്യുന്നത് എന്ന് റാസി എവിടെ പറഞ്ഞത്? പറയാത്തത് വായിച്ചു കണ്ട് പൊട്ടത്തരം പറയാൻ പാടില്ല. അത് മംഗലാപുരത്തും ജബ്ബാർ മൗലയ്ക്കും ഫൈസലിന് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരൊന്നും വന്നിട്ടില്ലല്ലോ, ഗ്രൂപ്പ് വിരിച്ചിട്ടുണ്ടാവും. പിന്നെന്താ നിങ്ങൾ ചോദിച്ചത്? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സൃഷ്ടികളോട് ചോദിക്കാമോ? മുഅ്മിനായ ഒരു മനുഷ്യൻ, മുസ്ലിങ്ങളാണല്ലോ ഞങ്ങളെ വാദത്തിലുള്ള വിഷയം, മുസ്ലിങ്ങൾ സ്രഷ്ടാവിനോട് ചോദിക്കുന്നത് സ്രഷ്ടാവാണെന്ന നിലക്കാണ്, അഥവാ സ്രഷ്ടാവ് സ്വതന്ത്രമായി സഹായിക്കുമെന്ന വിധത്തിലാണ്. അவ்விധത്തിലുള്ള ഒരൊറ്റ സഹായത്തേട്ടവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുകയുമില്ല. അങ്ങനെ ആരും ചോദിക്കില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ അങ്ങനെ ഒരു ചോദ്യം സൃഷ്ടികളോട് ചോദിക്കുമ്പോ എന്ന് ആരെങ്കിലും പറയോ? എന്ത് പോയത്തെ ചോദ്യമാണ് ഈ ചോദിച്ചത്? സ്രഷ്ടാവായ അള്ളാഹുവിനോട് മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് ചോദിക്കൂ. അതെന്താണ്? സ്രഷ്ടാവാണെന്നുള്ള ആ നിലക്കുള്ള അള്ളാഹുവാണ്, റബ്ബാണ്, ഇലാഹാണെന്നുള്ള വിധത്തിലുള്ള ഒരൊറ്റ ചോദ്യം. അതൊരു മൊട്ടുസൂചി ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ അത് സൃഷ്ടിയോട് ചോദിക്കില്ല. ഒറ്റ ചോദ്യവും ചോദിക്കില്ല. മനസ്സിലായോ? ഒറ്റ ചോദ്യവും ചോദിക്കുകയില്ല. അതാണ് ഇതിനുള്ള മറുപടി. നിങ്ങൾ നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ അവസാന ഭാഗം കട്ടു. എന്തേ കട്ടത്? ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വായിക്കണം. ധൈര്യമുണ്ടെങ്കിൽ അത് വായിച്ച് അർത്ഥം വെക്കണം. റാസിയുടെ ഇബാറത്ത് മുഴുവൻ ഓരോന്നും വായിക്കണം. സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായത്തെ പറ്റി പറഞ്ഞെന്താ? അല്ലഫ ബൈന ഖുലൂബിഹിന്ന, സ്വഹാബത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കിയെന്ന. ആ ഇണക്കമുണ്ടാക്കിയതും അള്ളാഹു തന്നെയാണ്. അപ്പൊ രണ്ടും അള്ളാഹുവാണ്. അത് രണ്ട് കാരണത്താൽ, ഒന്ന് സാധാരണ കാരണത്താൽ, മറ്റേത് അസാധാരണ കാരണത്താൽ. ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദിന്റെ പേരിൽ പച്ചക്കള്ളം പറയാണ്. റാസി ഇമാമ് ആ തഫ്സീറിനെ തള്ളി എന്നല്ല പറഞ്ഞത്. റാസി ഇമാമ് കൊടുത്ത ആ തഫ്സീർ റാസി ഇമാമ് പ്രബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് മർജൂഹായ ലഈഫായ തഫ്സീറാണെന്നാ പറഞ്ഞത്. അല്ലാതെ എന്തായിട്ടില്ല. റാസി ഇമാമ് ആ തഫ്സീറിനെ തള്ളി എന്ന് ബാഖവി ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല. അത് പച്ചക്കള്ളമാണ്. നവവി ഇമാമിന്റെ ഇബാറത്ത് വായിക്കണം, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. ഏതായിരുന്നാലും വിഷയത്തിന്റെ മർമ്മം ഇവിടെ തെളിഞ്ഞു വന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാവരും കേട്ടിരിക്കും. എന്താണ്? വാദവുമായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം. അവസാനത്തേക്ക് എത്തിയ പിന്നെ വാദവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്നൊക്കെ ഒരു മറന്നുപോയി അല്ലേ? ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്താ ഉത്തരം പറയാൻ ഞങ്ങൾക്കൊരു മടി? നിങ്ങളെ വാദം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല. അപ്പൊ എന്തും ഏതും ചോദിക്കാം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. എന്താ ഒരു ഉരുണ്ടു മറിഞ്ഞൊരു മറുപടി എന്താണ്? സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഇതാ ഞങ്ങളെ ചോദ്യം. ആ ചോദ്യത്തിന് എന്താ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്താ നിങ്ങൾക്കൊരു പേടി? എന്താ ഒരു പേടി? പറ്റൂല നിങ്ങൾ സമ്മതിച്ചല്ലോ. എന്താ നിങ്ങൾക്കൊരു പേടി? സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്ന ചോദ്യത്തിന് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്താ ഒരു പേടി നിങ്ങൾക്ക്? നിങ്ങളുടെ എഴുതിയ വാദം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല എന്നാണ്. അത് വാദവുമായിട്ട് ബന്ധമില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നെ ഇവിടെ ഇമാം നവവിയുടെയും അതുപോലെ തന്നെ ഇമാം റാസിയുടെയും ഉദ്ധരണികൾ കട്ടുമുറിച്ചു ഞങ്ങൾ പറഞ്ഞത് അല്ലെ? ഞങ്ങളെ ചോദ്യങ്ങളിൽ ഞങ്ങളെ ഉത്തര സമയത്ത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇമാം നവവിയുടെയും ഇമാം റാസിയുടെയും ഉദ്ധരണികൾ. എന്താ നിങ്ങൾ ആ സമയത്ത് തൊടാതെ പോയത്? ആ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ചോദ്യം അങ്ങോട്ട് വരുമ്പോ ഉത്തരം പറയേണ്ടതിന് പകരം എന്ത് ചെയ്യാ? ഉത്തരം പറഞ്ഞ് ഉറച്ചു നിൽക്കേണ്ടതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇമാം റാസി ഇമാം നവവി എന്ന് കളിക്കാണ്. ആ കളിക്കുള്ള സമയമല്ലപ്പോ. നിങ്ങളെ വാദത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ പിന്നെ ഇഷ്ടദാസന്മാരോട് എന്തും ചോദിക്കാം, അത് ശിർക്കാവൂല നിങ്ങളോട് എഴുതി വെച്ചിട്ടുള്ളത്. സഹായം ചോദിച്ചാൽ ശിർക്കാവൂല നിങ്ങളോട് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത് ചോദ്യം നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കൂ. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ സഹായങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അത് തുറന്നു പറയാൻ എന്താ നിങ്ങൾക്കൊരു മടി? അത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുതി വെച്ച ഈ വാദത്തിന്റെ പൊട്ടത്തരം നിങ്ങൾക്ക് പേറാൻ കഴിയൂല എന്നുള്ളത്. ആ പൊട്ടത്തരം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ചോദ്യം. നിങ്ങൾ സാധാരണക്കാരെ ശിർക്കിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതി വെക്കുന്ന വാദാണിത്. മംഗലാപുരത്ത് നിങ്ങൾക്ക് തന്നെ വന്നുപോയ അബദ്ധം അറിയാലോ, ഞങ്ങൾ ഉണർത്തേണ്ട ആവശ്യമില്ല. മംഗലാപുരത്ത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ ഉണർത്തേണ്ട ആവശ്യമില്ല. ഇനി ഒന്നാമത്തെ ചോദ്യം അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ അതിന് തുടർച്ചയായി രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ? സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അതിന്റെ കൂടെ തന്നെയുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കണം. സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? ഒന്നാമത് ചോദ്യം മറന്നു പോകണ്ട. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം, സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? ഇനി ആദ്യം പറഞ്ഞ പോലെ വിഷയത്തിൽ ബന്ധമില്ല, വാദത്തിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ അവസാനം പിന്നെ കൂട്ടിക്കണക്കാൻ നോക്കണ്ട. അങ്ങനെ നോക്കിയാൽ പിന്നെ മംഗലാപുരത്ത് പോയി ചാടിയ പോലെ എന്ത് ചെയ്യേണ്ടി വരും? ഹിദായത്ത് വരെ ആരോട് ചോദിക്കാ? ഷെയ്ഖുമാരോട് അല്ലെ? യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഒറ്റടിക്ക് ശിർക്കാന്ന് പറയാൻ പറ്റൂല. പിന്നെ മൂപ്പര് ആലോചിച്ചത്. അതുകൊണ്ട് ചോദ്യം മറക്കാതെ ഉത്തരത്തിലേക്ക് നിങ്ങൾ വരണം. അവിടെയും ഇവിടെയും കടന്ന് കരണം പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ, നമ്മളെ ഉത്തരം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. സഹോദര, ഞാൻ എന്തിനാ റാസിയുടെ ഇബാറത്തും ഷറഹുൽ അർബഈനിന്റെ ഇബാറത്തും കൂടെ വായിച്ചു കണ്ട് മുഴുവൻ വായിച്ചത് എന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാ തുടങ്ങിയത്? നിങ്ങൾ റാസിയുടെ ഇബാറത്തും നേവിയുടെ ഇബാറത്തും ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ലേ തുടങ്ങിയത്? കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞതായതുകൊണ്ട് ഇനി പറയാൻ പറ്റൂല. പിന്നെ എന്തിനാ ഓർമ്മപ്പെടുത്തിയത്? പിന്നെന്തിനാ നിങ്ങൾ ആവർത്തിച്ചത്? നിങ്ങൾ എന്തിനാ ആവർത്തിച്ചു? എന്തിനു ഓർമ്മപ്പെടുത്തി? നവവി ഇമാമിന്റെ ഇബാറത്ത് കണ്ടോ? വഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ജറത്തിൽ ആദതു അൻ അല്ലാഹു സുബ്ഹാനഹു
يجريها على أيدي خلقه كالحاجات المتعلقة بأصحاب الحرف والصنائع وولاة الأمور سأل الله تعالى അവിടെ അള്ളാഹിനോട് ചോദിക്കണം എന്നാ. അപ്പൊ അത്തരം കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാകുമോ? നിങ്ങൾ പറഞ്ഞല്ലോ സഅലല്ലാഹു തആല, അസാധാരണ കാരണങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് മേലെ പറഞ്ഞു, സഅല റബ്ബഹു ദാലിക്കാൻ. എന്നാ താഴെ പറയുന്നു സാധാരണ കാരണങ്ങളും സൃഷ്ടികളോട് ചോദിക്കണം, സഅലല്ലാഹു തആല. എന്നാ പിന്നെ സ്രഷ്ടാവിനോട് ചോദിക്കണം, സൃഷ്ടിയോട് ചോദിക്കണം എന്നല്ല, സ്രഷ്ടാവിനോട് അള്ളാഹുവിനോട് ചോദിക്കണം, സഅലല്ലാഹു തആല. എന്തുകൊണ്ട് അത് ശിർക്ക്? അത് പിന്നെ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാകുമോ? നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ താഴ്ഭാഗം വായിക്കാതെ മേൽഭാഗം മാത്രം വായിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇത് ജനങ്ങൾ കള്ളി പൊളിച്ചിട്ടുണ്ട്. റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞ പതിവായ കാര്യങ്ങളും പതിവല്ലാത്ത കാര്യങ്ങളും രണ്ടും അള്ളാഹുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തഅ്യീദ് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒന്ന് സാധാരണം, അത് സൃഷ്ടികളോട് ചോദിക്കാം, മറ്റേത് അസാധാരണം, അത് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. അത് സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് റാസിയുടെ ഇബാറത്തിന്റെ ഏതെങ്കിലും ഒരു ഹറഫിൽ പറഞ്ഞിട്ടുണ്ടോ? പറയാത്തത് പിന്നെ നിങ്ങൾ എന്തിനായി രണ്ടാം സെഷനിൽ ഓർമ്മപ്പെടുത്തിയത്? കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ ആകെ ഒരു ക്വസ്റ്റ്യനാണുള്ളത്. എന്താ ചോദ്യം? അള്ളാഹുവിനോട്, സ്രഷ്ടാവിനോട്, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാമോ? എല്ലാ ചോദ്യങ്ങളും ചോദിക്കാമോ? സൃഷ്ടികളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും സ്രഷ്ടാവിനോട് ചോദിക്കാമോ? ഇതൊരു മുസ്ലിമിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ സഹായത്തേട്ടത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ വിഷയത്തിലുള്ളത്. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞത് അള്ളാഹു പടച്ച തമ്പുരാനാണെന്നുള്ള വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ്. ആ നിലക്കുള്ള ഒറ്റ ചോദ്യവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നിങ്ങൾ മറുപടി പറഞ്ഞു. എന്റെ മറുപടിയെ പറ്റി തൊടാൻ കഴിയാതിരുന്നത്? രണ്ടാമത് പിന്നെ നിങ്ങൾ ചോദ്യം മാറ്റിയല്ലോ. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതെ, മുസ്ലിങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ സൃഷ്ടികളാണ് എന്ന വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരൊറ്റ ചോദ്യവും സ്രഷ്ടാവിനോട് ചോദിക്കാൻ പറ്റില്ല. കൃത്യമായ മറുപടിയായില്ലേ? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യം സ്രഷ്ടാവാണെന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. പ്രസ്തുത അടിസ്ഥാനത്തിലുള്ള ഒരൊറ്റ ചോദ്യവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ സാധ്യമല്ല. അത് അതേപോലെ തന്നെ സൃഷ്ടിയോട് ചോദിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, അത് അഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ, അവർ സൃഷ്ടികളാണെന്ന വിധത്തിലാണ്. അவ்விധത്തിലുള്ള തദടിസ്ഥാനത്തിലുള്ള പ്രസ്തുത വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരൊറ്റ ചോദ്യവും സ്രഷ്ടാവിനോടും ചോദിക്കാൻ പറ്റൂല. കൃത്യമായോ? ഇനി നിങ്ങൾ ടെക്സ്റ്റ് അടിച്ച് കാണുന്ന പുതിയ ചോദ്യം ഉണ്ടാക്കൊന്നും വേണ്ട, അത് സുഹൈൽ യൂസഫ് അടുത്ത പ്രാവശ്യം ചോദിച്ചോളും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലക്കുള്ള ചോദ്യവും ഈ പറഞ്ഞ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. കണ്ടോ? അങ്ങോട്ടും പറ്റില്ല, ഇങ്ങോട്ടും പറ്റില്ല. എന്റെ ഞാൻ മറുപടി ശരിയല്ലെങ്കിൽ മറുപടി ശരിയല്ല എന്ന് നിങ്ങൾ തെളിയിക്കൂ. അല്ലാതെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കല്ല വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ മറുപടി തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയൂ. അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. റാസിയുടെ ഇബാറത്ത് തൊടില്ല. അതുപോലെ തന്നെ നവവി ഇമാമിന്റെ ഇബാറത്ത് ഇനി തൊടാൻ സുഹൈൽ യൂസഫിന് സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ സുഹൈൽ യൂസഫ് അടുത്ത ഇബാറത്ത് വായിക്കണം. ഏത് ഇബാറത്ത്? നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ തൊട്ട് താഴുന്നത് വായിക്കണം. ധൈര്യമുണ്ടെങ്കിൽ വായിക്കണം. റാസിയുടെ ഇബാറത്ത് ധൈര്യമുണ്ടെങ്കിൽ മുഴുവൻ വായിച്ചുകൊണ്ട് എന്താണ് അവിടെ പറഞ്ഞതെന്ന് വിശദീകരിക്കണം. അത് വിശദീകരിക്കാതെ നിങ്ങൾ രണ്ടിടത്തും സഅലല്ലാഹ എന്നുണ്ട്, രണ്ടിടത്തും അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞല്ലോ മേലെ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കാണ്, താഴെയും പറയുന്നത് അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് സുഹൃത്തെ. അപ്പോ സാധാരണ വിഷയങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നത് അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇബാറത്ത് മുഴുവൻ വായിക്കണം. എന്റെ അത് പകുതി വായിച്ചിട്ട് നിങ്ങൾ കട്ടു. മഹാകള്ളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ ജൂതായുസത്തിന്റെ പിന്മുറക്കാരായിട്ട് സമുദായത്തെ വഴിതെറ്റിപ്പിക്കുന്ന പൂത്തം വാദികളല്ലേ നിങ്ങൾ? ഇങ്ങനെ സമുദായത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളല്ലേ നിങ്ങൾ? പ്രിയപ്പെട്ട സുഹൈൽ യൂസഫ്, താങ്കളോട് വ്യക്തിപരമായി എനിക്ക് വിദ്വേഷമില്ല, പക്ഷെ ആശയപരമായിട്ട് രൂക്ഷമായിട്ട് നിങ്ങളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു. പറഞ്ഞ മറുപടിയിൽ വല്ല പിഴവുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വിഷയത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ ചോദിക്കുന്ന സഹായത്തേട്ടമാണ്. മുസ്ലിങ്ങൾ മഹാന്മാരോട് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ചോദിക്കുന്നത് സൃഷ്ടികൾ എന്ന വിധത്തിലാണ്. അவ்விധത്തിലുള്ള സഹായത്തേട്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇൻഷാ അല്ലാഹ് പച്ചക്കള്ളൻ എന്നൊക്കെയുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അവിടെ നിന്ന് തൊട്ടിരിക്കാം. അപ്പൊ അള്ളാഹു എന്നോട് തേടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തേടുമ്പോൾ സൃഷ്ടിയല്ല എന്ന നിലയ്ക്ക് തേടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞത്.
എന്തായാലും മംഗലാപുരം സംവാദത്തിൽ നിങ്ങൾ ഒരു കാര്യം വായിച്ചു, ആകെ കൂടി വായിച്ചത് ഒരു ഇബാറത്താണ്, എന്നിട്ട് അതൊരു കള്ളത്തരാണ് നിങ്ങൾ വായിച്ചത്. അത് വ്യക്തമായി തന്നെ പറയുന്നു, ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറൻ, അതുപോലെ തന്നെ ഇലാഹൻ മുദബ്ബിറ എന്ന് പറഞ്ഞല്ലോ. അബൂ ജഹല് ഹാലിക് എന്നും അതുപോലെ തന്നെ മുദബ്ബിർ എന്നും അതുപോലെ തന്നെ ആ രീതിയിൽ നിങ്ങൾ വായിച്ചല്ലോ. ഏതെങ്കിലും ഒരു തഫ്സീർ നിങ്ങൾ ചോദ്യമില്ലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താ അബൂ ജഹലും ഉത്ബത്തും ഷെയ്ബത്തും ഒക്കെ അള്ളാഹു താലക്ക് മറ്റുള്ളവർക്ക് തിഷ്ടാക്കൽ എന്ന നിലക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ്, ഫൈസൽ മുസ്ലിം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് എന്ത്, ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറ എന്ന് അബൂ ജഹൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തഫ്സീർ നിങ്ങൾക്ക് കാണിക്കാൻ ധൈര്യമുണ്ടോ? അന്ന് ഞാൻ അവിടെ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ കിതാബായിട്ട് വരി എന്നിട്ട് വായിക്ക്. നിങ്ങളല്ല, നിങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ കാര്യകാര ബന്ധത്തിൽ അതീതമായിട്ട് കഴിയുമെങ്കിൽ അവരും മൈക്കെടുത്ത് സംസാരിക്കട്ടെ ഇൻഷാള്ള. കാരണം ഇത് വെറും കിതാബ് കൊണ്ടല്ല, ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ട് തന്നെ കാര്യകാര ബന്ധത്തിൽ അതീതമായിട്ട് നിങ്ങൾക്ക് ഒരൊറ്റണത്തിന് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു തആല പറയുന്നത്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും. കാര്യകാര ബന്ധത്തിൽ അതീതമായിട്ട് ഈ സ്ഥലത്ത് കഴിയില്ല. പിന്നെയാണ് നിങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടുവാ ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറ എന്നുള്ളത് പച്ചക്കള്ളനായ ആര്, അബൂ ജഹല് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഏതെങ്കിലും ഒരു തഫ്സീർ ഉണ്ട് എം ടി ദാരിമി കാണിച്ചു തരും. ബഹറുൽ മുഹീത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റാബി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തഫ്സീറിൽ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് കാണിക്കുന്നു. പച്ചക്കളം എനിക്ക് എം ടി ദാരിമിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ പറയല്ലോ, അദ്ദേഹം ദുബായിൽ വന്നപ്പോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ നല്ല മനുഷ്യൻ തന്നെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പച്ചക്കളം പറയരുത്. കാരണം നിങ്ങൾ ദീൻ പഠിച്ചൊരു പണ്ഡിതനാണ്. ആ ദീൻ പഠിച്ച പണ്ഡിതനെ നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കൂട്ടി മാറ്റാൻ പാടില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. പിന്നെ ഇമാം റാസി പറഞ്ഞത് ധൈര്യമുണ്ടോ, നബി പറഞ്ഞ ധൈര്യമുണ്ടോ, വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പറയും. സലാമാക്കി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉത്തരത്തിന്റെ സമയത്തിൽ നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ഉത്തര സമയത്തിൽ നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ഉത്തര സമയത്ത് നിങ്ങൾ വായിച്ച അർത്ഥം വെക്ക്. നിങ്ങളുടെ ഉത്തരത്തിന്റെ സമയത്ത് നിങ്ങൾ വായിച്ച അർത്ഥം വെക്കാൻ ഞങ്ങൾ കാരണം സലാമാക്കി പഠിച്ചെന്ന. കാരണം സലാമാക്കിയവയ്ക്ക് ആ ഉപാർത്ത് തൊട്ടപ്പോൾ ഒരു വാക്ക് ഒരു ഹർഫ് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് അതേ നിലപാട് തന്നെ നിങ്ങൾ വായിക്ക്. അവിടെ പറഞ്ഞതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല തന്നെ പറയുന്നു, അവരുടെ കൽബിൽ എനിക്ക് എം ടി ദാരിമിനെ ഹിദായത്തിലാക്കാൻ കഴിയുമോ? ഈ പറഞ്ഞു കേൾക്കാന്നല്ലാതെ ആ ഹൃദയത്തിൽ ഹിദായത്തിലാക്കാൻ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് അല്ലാഹു തആല വീണ്ടും പറയുന്നത്. എന്താണ്? അവരുടെ ഹൃദയങ്ങളിലേക്ക് അടുപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതെന്താണ്? നിങ്ങളുടെ വാദത്തിന് താരകാലമധ്യതീതമായിട്ട് അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ എന്നതാണ് സ്ഥിരപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറ എന്നുള്ളത് അബൂ ജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു തഫ്സീറിൽ അഹ്ലുസുന്ന വൽ ജമാഅ തഫ്സീറിൽ അബൂ ജഹൽ പച്ചക്കള്ളനായ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മംഗലാപുരത്ത് പറഞ്ഞാണ് അബൂ ജഹലുമാ ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറ. തെരഞ്ഞു നോക്ക് എന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞു നോക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. തെരഞ്ഞു നോക്ക് ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഉദ്ധരിക്ക് കിതാബ് എടുത്ത് ഇൻഷാ അല്ലാഹ്. ഇതാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ ഉത്തരം എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ ഉത്തരം അള്ളാഹുവിനോട് സൃഷ്ടാവ് എന്ന നിലയ്ക്ക് ചോദിക്കാൻ പാടില്ല, അത് മറ്റുള്ളവരോട് സൃഷ്ടാവ് എന്ന നിലയ്ക്ക് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് ഞങ്ങൾ പറയുന്നു ലാത്ത അതുപോലെ ഉസ്സ ഒക്കെ സൃഷ്ടാവ് എന്ന നിലക്കല്ലാതെ സൃഷ്ടി എന്ന നില എന്താ പറയാ അത് ചോദിച്ചപ്പോൾ ഫൈസൽ മുസ്ലിം നിങ്ങൾ പറഞ്ഞ മറുപടി ഇജല്ലന ഹാലിക്കൻ മുദബ്ബിറ എന്ന് അബൂ ജഹൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ചോദ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഉദ്ധരിക്കുന്ന തഫ്സീറിൽ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ സാധിക്കുക. അല്ലെങ്കിൽ പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ പച്ചക്കള്ളം പറയണ്ട, നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. നല്ല ഞങ്ങൾക്ക് ഹുസ്നുൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ നല്ല അബദ്ധം പറ്റിയെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കുടുങ്ങിയാലോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് മറുപടിയെ സംബന്ധിച്ച് ഒരക്ഷരം ആ മറുപടി തെറ്റാണ് എന്ന് സുഹൈൽ യൂസുഫിന് പറയാൻ കഴിഞ്ഞില്ല. കൃത്യമായ മറുപടി. നിങ്ങളെ മാസ്റ്റർ പീസ് ചോദ്യം പൊട്ടിപ്പൊളിഞ്ഞില്ലേ? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാമോ? സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാമോ? ഈ രണ്ട് ചോദ്യവും മുസ്ലിങ്ങൾ നടത്തുന്നതാണ്. മുസ്ലിങ്ങൾ നടത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള ചോദ്യം എന്നുള്ളത് പടച്ച തമ്പുരാൻ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതേ സമയത്ത് സൃഷ്ടികൾ ചോദിക്കുന്നതോ അത് ഏതടിസ്ഥാനത്തിലെ സൃഷ്ടികളോടുള്ള ചോദ്യമോ അത് സൃഷ്ടികൾ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഈ രണ്ട് ചോദ്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചു മാറ്റാൻ പറ്റൂല എന്ന് നമ്മളെ മറുപടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കാൻ ബഹുമാനപ്പെട്ട സുഹൈൽ യൂസുഫ് ദുബായിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഓക്കെ, ശരിയാണ്, അദ്ദേഹത്തിന് സാധിച്ചോ?
പിന്നെ അദ്ദേഹത്തിന് മംഗലാപുരം സംവാദം. സുഹൃത്തെ, മംഗലാപുരം സംവാദവും സുഹൈലും തമ്മിൽ എന്ത് ബന്ധമാ? മംഗലാപുരം സംവാദത്തിലെ വൈസൽ മൗലവി എവിടെ പോയി? അല്ലേ? മംഗലാപുരം സംവാദത്തിലുള്ള ജബ്ബാർ മൗലവി എവിടെ പോയി? നസീറുദ്ദീൻ റഹ്മാനി എവിടെ പോയി? പൊട്ടി പിളർന്ന് പൊട്ടി പാലീസായില്ലേ? എന്നിട്ട് അതിങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ് അല്ലെ. പിന്നെ ഇലാഹൻ കമാലഹും ആലിഹ ഐ ഖാലിഖം മുദബ്ബിറ എന്ന് അബൂജഹലുമാർ പറഞ്ഞത് എവിടെയാണുള്ളത്? അത് ഫൈസൽ മൗലവി തന്നെ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് ബൈദാവിയിലുണ്ട്, പിന്നെ ബൈദാവിയിലുണ്ട്, അൽ ബഹറുൽ മുഹീത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി കേട്ടോ. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ആ പറഞ്ഞത് പച്ച കള്ളമാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കും. എന്നിട്ട് നമ്മോട് ചോദിച്ചാൽ മതി. അത് മംഗലാപുര സംവാദമല്ല ഇവിടുത്തെ സംവാദം. ഇവിടുത്തെ സംവാദം ഞങ്ങളെ വിഷയത്തെ പറ്റി ചോദിക്കണം. എന്താ ഞങ്ങളെ വിഷയം? മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കല്ല. അതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തായിരുന്നു മുശ്രിക്കുകള് ലാത്തയെയും ഉസ്സയെയും സംബന്ധിച്ച് അവരെന്താ? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുകയാണ്, മഹാനായ ഇമാം നസഫി തങ്ങൾ പറയുകയാണ്, വകാന ഹഖീഖൻ ബിഅല്ലാ യുശ്റക ബിഹി ബഅദു ഖൽഖിഹി ഫിർ റുബൂബിയ്യ. റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചില്ലേ? വതുസ്ബിതൂന ലഹു ശരീകൻ ഫിർ റുബൂബിയ്യ. മറ്റൊരു തഫ്സീറ, റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചു. അപ്പൊ റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അതാണ് ബഹുമാനപ്പെട്ട സലാം ബാഖവി ഉസ്താദ് തന്റെ മറുപടിയിൽ പറഞ്ഞിരുന്നത്. അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഒരുപാട് റബ്ബുമാരിൽ അവർ വിശ്വസിച്ചു. പിന്നീട് ഒരുപാട് റബ്ബുമാരിൽ അവർ വിശ്വസിച്ചു. അപ്പൊ ആ റുബൂബിയ്യത്തിലും ഉലൂഹിയത്തിലും ശിർക്ക് വെച്ചു എന്നുള്ള കിരാതമായ തെറ്റാണ് ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ അവർ വെച്ചു പുലർത്തിയത്. അത് കൃത്യമല്ലേ? അത് കൃത്യമല്ല. ആ മറുപടി നേരത്തെ ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്നിട്ട് ഇപ്പൊ മൂപ്പര് മംഗലാപുരം സംവാദത്തിലുള്ള ഒരു വിഷയം ഞങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ സഹോദര. മംഗലാപുരം വിഷയത്തിലുള്ള ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ ഐ ഖാലിഖ മുദബ്ബിറ എന്നുള്ളത് ജബ്ബാർ മൗലവി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ മൗലവി തന്നെ സമ്മതിച്ചു. അത് ബൈദാവിയിലുമുണ്ട്, അൽ ബഹറുൽ മുഹീത്തിലുണ്ട്. CD ഒന്ന് വായിച്ചു നോക്കോളൂ, ഒന്ന് അതിന്റെ റെക്കോർഡ് ഒന്ന് പരിശോധിച്ച് നോക്കോളൂ. അത് ഫൈസൽ മൗലവി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവിയോട് പോയി ചോദിക്കൂ. പുതുപ്പറമ്പുണ്ടാവും അയാൾ, അല്ലെങ്കിൽ അയാൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. PM അയച്ചുതരാൻ വേണ്ടി പറയൂ. അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹമാണത് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു കണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് രണ്ട് ചോദ്യത്തിനും വ്യക്തമായ മറുപടി കിട്ടി. ആ മറുപടി തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? റാസിയുടെ ഇബാറത്തും അതുപോലെ തന്നെ നവവിയുടെ ഇബാറത്തും അപ്പൊ പിന്നെ ഞാൻ വായിക്കണമെന്ന് ഞാൻ വായിച്ചു, വളരെ കൃത്യമായി വായിച്ചെന്നില്ലേ? അതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചില്ല? നവവിയുടെ ഇബാറത്ത് എന്താ? വഇൻ കാനത്തിൽ ഹാജത്തുല്ലതി യസ്അലുഹാ ജറത്തിൽ ആദതു അന്നല്ലാഹു സുബ്ഹാനഹു യുജ്രിഹാ അലാ ഐദി ഖൽഖിഹി. സാധാരണ സൃഷ്ടികളുടെ കയ്യിലൂടെ നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങളും സഅലല്ലാഹു തആല അല്ലാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ സുഹൈലെ, ധൈര്യമുണ്ടെങ്കിൽ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സാധാരണ വിഷയങ്ങൾ സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ രണ്ടോട്ടും അള്ളാഹുവിനോട് ചോദിക്കാതെ കമാലിന്റെ ഭാഗമാണ് സഹോദര. അത് ഇസ്ലാമിന്റെ പൂർണ്ണതയുടെ ഒരു ഭാഗമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദ് പറഞ്ഞില്ലേ, അതേ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളോടും ചോദിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ വൈരുദ്ധ്യമില്ല. റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ബാത്തിനായ ആന്തരിക കാരണങ്ങളിലൂടെ പിന്നെ അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ ലാഹിറായ പ്രത്യക്ഷ കാരണത്തിലൂടെ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും അള്ളാഹുവാണ് ചെയ്യുന്നത്, നബിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണ് ചെയ്യുന്നത് എന്നല്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചതാണ് റാസിയുടെ ഇബാറത്ത്. അല്ലാതെ കഴിവുകൾ ഒന്ന് അള്ളാഹുവിന്റേതും ഒന്ന് സൃഷ്ടികളുടേതും, എന്നിട്ട് സൃഷ്ടികളുടേതാവാം, അള്ളാഹുവിന്റേത് അള്ളാഹുവിനോട് മാത്രം എന്നൊരു വിഷയമേ അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഫൈസൽ മുസ്ലിയാർ എവിടെയെന്നപ്പോ ചോദിച്ചു. എന്റെ MT താരമി, നിങ്ങൾ കഴിഞ്ഞ സംവാദത്തിൽ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോ? ഇവിടെ ഫൈസൽ മുസ്ലിയാർ ഒരു ആവശ്യമില്ല. ഫൈസൽ മുസ്ലിയാർ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഞങ്ങളുടെ പോലത്തെ ആൾക്കാർ തന്നെ മതി. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അത് ഫൈസൽ മുസ്ലിയാർ ബൈലാവിയിലും ബഹറുൽ മുഹീത്തിലും ഉണ്ടെന്ന് സമ്മതിച്ചു അല്ലെ? അങ്ങനെയല്ല പറഞ്ഞു MT താരം.
ഫൈസൽ മുസ്ലിയാർ ബഹറുൽ മുഹീത്തിലും ബൈലാവിൽ ഉണ്ട് എന്ന് സമ്മതിച്ചു എന്നല്ലേ? എന്നാൽ അങ്ങനെ മാത്രമല്ല, പകുതി ഭാഗം കട്ടു. എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞു ബൈലാവിലും ബഹറുൽ മുഹീത്തിലും ഉണ്ട്, അവിടെ ബനു ഇസ്രായേൽ അഥവാ യഹൂദികളാണ് ചോദിച്ചത് മുസ്ലിയാരെ, നിങ്ങൾക്ക് യഹൂദികളായിട്ട് ബന്ധമുണ്ടോ മുസ്ലിയാരെ എന്നുകൂടി ചോദിച്ചു. അതിന്റെ കട്ടു അതെന്ത് കട്ടു എനിക്കിതായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാം. എന്തായാലും ബഹറുൽ മുഹീത്തും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മൊയ്തീൻ ഷെയ്ഖിനെ കഴിയുമെങ്കിൽ അദ്ദേഹം കഴിയുന്നല്ലോ പറഞ്ഞത്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടെ ഉത്തരം ചെയ്യും ഞാൻ വിളിക്കും മൊയ്തീൻ ഷെയ്ഖിനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കിതാബിൽ അല്ല ഏതെങ്കിലും തഫ്സീറിൽ അബൂജഹൽ കള്ളന്റെ പേര് പോലും നിങ്ങൾ കള്ളം പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു അക്ബർ ഖുൽതും വല്ലാഹി കമാ ഖാല ബനു ഇസ്രായീൽ കമാ ഖാല ബനു ഇസ്രായീൽ കമാ ഖാല അബൂജഹൽ അല്ല ഉസ്താദേ, ഇജഅൽ ലനാ ഇലാഹൻ ഖാലികൻ മുദബ്ബിറാ കമാ ഖാല ബനു ഇസ്രായീൽ എന്നാണ് ബഹറുൽ മുഹീത്തിലുള്ളത്, എന്നാണ് റാദിയിലുള്ളത്. എങ്ങനെയാണ് എല്ലാ തഫ്സീറിലും നിങ്ങൾ എന്തായാലും ഇജഅൽ ലനാ ഇലാഹൻ ഖാലികൻ മുദബ്ബിറാ എന്നുള്ള റിപ്പോർട്ട് എന്തായാലും സനദില്ല, വിട്ട് സനദില്ല. നിങ്ങൾക്ക് സനദിന്റെ ഒരു കാര്യം ചോദിക്കാൻ പോലും അർഹതയില്ല. അത് വേറെ കാര്യം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം അബൂജഹൽ എന്നുള്ളത് അവിടെ ഇല്ല. നിങ്ങൾക്ക് ഇന്നിപ്പോ ഫൈസൽ മുസ്ലിയാർ ചോദിക്കുന്നത് പറഞ്ഞത്, ഫൈസൽ മുസ്ലിയാർ അവിടെ തന്നെ നിങ്ങൾക്ക് മുഖത്ത് തന്നെ പറഞ്ഞു അവിടെ ബനു ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ കട്ടുകൊണ്ട് വായിച്ചു. നിങ്ങൾ വായിക്ക്, അബൂജഹലാണ് അത് പറഞ്ഞെന്നുള്ളത് ഏതെങ്കിലും ഒരു തഫ്സീർ വായിക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ വ്യവസ്ഥ ചോദിച്ചപ്പോ നിങ്ങളെന്ന് പറഞ്ഞ് കിതാബായിട്ട് വാങ്ങല, കിതാബായിട്ട് ഞാൻ വന്നു നിൽക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നു ഇജഅൽ ലനാ ഇലാഹൻ ഖാലികൻ മുദബ്ബിറ എന്ന് ആര് പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു. അബൂജഹൽ പറഞ്ഞത് കാണിക്ക്. ഇന്നലെ ഇൻഷാ അല്ലാഹ് ബാക്കിയില്ല. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ കിതാബിന്റെ പേരിൽ കള്ളം പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾ ആ മധ്യസ്ഥനുള്ള സുന്നിസ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഒരിക്കലും എന്തല്ല ഒരു നീതിമാനല്ല എന്നുള്ള കാര്യം ഞാൻ തന്നെ പറയട്ടെ. ആ രീതിയിലൊന്നും ആയതില്ല, നിലക്ക് ഇടപെടുന്നത് സംസാരിക്കുന്നില്ല. ഇനി എന്താണ് ഇവിടെ റാദിയുടെ അതുപോലെ തന്നെ നമാം നബിയുടെയൊക്കെ ഇബാറത്ത് വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്റെ ചോദ്യം അതല്ലല്ലോ. എന്റെ ചോദ്യം ഇമാം നബിയുടെ ഇബാറത്താണോ? ഇമാം നബിയുടെ ഇബാറത്തും ഇമാം റാദിയുടെ ഇബാറത്തൊക്കെ വ്യക്തമായി ചോദ്യത്തിന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല? ഞാൻ അതിന് അർത്ഥം വെച്ചിട്ടുണ്ട്. എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു അതിന് ശേഷം ഇവിടെ പറയുന്നു അല്ലാഹു തആല എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സഹായിച്ചത്, എങ്ങനെ വല്ലവ ബൈന ഖുലൂബിഹിം, അല്ലാഹു അവരെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? ആയിലാക്കി. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹിദായത്തിലാക്കാൻ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ. എം ടി ദാരിമി, നിങ്ങളെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ. ഒരൊറ്റ കുട്ടിക്കും ഹിദായത്ത് നൽകാൻ എന്ന് പറഞ്ഞ കാര്യം അതാണ് ഹുദയാൻ. രണ്ട് നിലയ്ക്ക് ഹുദ ഉണ്ട്. മറ്റുമാർക്ക് കഴിയുന്നത് എന്താണ്? അമ്പിയാക്കൾ കഴിയുന്നത് എന്താണ്? ഹിദായത്ത് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും കാര്യം സംശയമില്ല. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വാദം ഇതാണ്. എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം എന്താണ്? ശിർക്കല്ലാണ് നിങ്ങളുടെ വാദം. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിം നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മാർഗത്തിൽ ഇസ്തിഗാസ ചെയ്ത ഒരൊറ്റ സംഭവം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ആകെ കുടുങ്ങി. ഇപ്പൊ ദേവീമാമിന്റെ ഇബാർത്തും പറയാൻ വയ്യ, റാസിയുടെ ഇബാർത്തും മിണ്ടാൻ വയ്യ. അത് സലാം ബാത്തവിന്റെ അവസരത്തിലേ പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങളുടെ ചോദ്യകർത്താവായ മൂസ സലാഹിബിൻ എന്തിനാണ് തന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ആ വിഷയം എടുത്തിട്ടത്? എന്നോടുള്ള ഒന്നാമത്തെ ചോദ്യത്തിൽ മൂസ സലാഹി എന്തിനാ അത് എടുത്തിട്ടത്? നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ മറുപടി നൽകി. ആ മറുപടി അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകി. അതിനെക്കുറിച്ച് മറുപടിയല്ല, അതിൽ പിഴവുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം ഖാലിഖൻ മുദബ്ബിറൻ എന്ന് അബൂജഹലുമാര് പറഞ്ഞത് എവിടെ എന്നുള്ള, അതിൽ പറഞ്ഞത് ബനു ഇസ്രായേലുകാർ പറഞ്ഞതാണ്. അബൂജഹലുമാർ എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞോളുന്നില്ല സഹോദര. അബൂജഹലിനെ പോലത്തെ മുശ്രിക്കീങ്ങൾ, അത് ബനു ഇസ്രായേലുകാരും മുശ്രിക്കീങ്ങളായിരുന്നില്ലേ?
ബനീ ഇസ്രായേലുകാര് ശിർക്ക് ആവശ്യപ്പെട്ട ആളുകളായിരുന്നില്ലേ? അപ്പൊ ആ നിലയ്ക്ക് അതൊരു അബൂജഹൽ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതിൽ അത് ആ പറഞ്ഞ ആ നാവിന്റെ ഉടമകൾ ആരായിരുന്നാലും അതൊക്കെ മുശ്രിക്കീങ്ങൾ എന്ന പട്ടികയിൽ ഒരുപോലെ ഉൾപ്പെട്ട ആളുകളല്ലേ? അത് വ്യക്തമായിട്ട് തന്നെ മംഗലാപുരം സംവാദത്തിൽ ഫൈസൽ മൗലവിക്ക് ജബ്ബാർ മൗലവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫൈസൽ മൗലവിക്ക് അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടിയും പറഞ്ഞിട്ടില്ല. ആ മറുപടിയെ കുറിച്ച് അദ്ദേഹം മിണ്ടിയിട്ടില്ല. ആകെ അന്ന് ചോദിച്ചത് എന്താ, ഹിദായത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ? ഹിദായത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചതിന് വിശുദ്ധ ഖുർആൻ തന്നെ തെളിവുണ്ട്. വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ ചോദിച്ചതാ. വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ചൊവ്വായ മാർഗത്തിലേക്ക്, മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ. അത് വളരെ വ്യക്തം. പക്ഷെ ആ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സബബാവുക എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ഹിദായത്തിനെ പടക്കുക എന്ന അർത്ഥത്തിലല്ല. അത് വളരെ വ്യക്തമായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞതാ. ഹിദായത്ത് ചോദിച്ചതിന് ഖുർആൻ തന്നെ തെളിവുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഹിദായത്ത് ചോദിക്കുന്നത് ശിർക്കാണെന്നല്ലേ? പിന്നെ അപ്പൊ നിങ്ങളുടെ അവസാനത്തെ ചോദ്യം എന്താണ്? ശിർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം ചോദിച്ചത് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഖുർആനും ഹദീസും വളരെ വ്യക്തമായിട്ട് തന്നെ സലാം ബാക്കവി നിങ്ങളെ പഠിപ്പിച്ചു. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, വിഷയാവതരണത്തിലാണ് അത് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി പറഞ്ഞത്. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബിയുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് നബിയോട് ഉദ്ർ ബോധിപ്പിക്കണം. ഇത് ജീവിച്ചിരിപ്പുള്ള സമയത്തു മാത്രമല്ല, മരണാനന്തരവും ഈ ആയത്ത് പ്രസക്തമാണെന്ന് വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവും മരണവും രണ്ടും നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്തിനു ശേഷമുള്ള റസൂൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. റസൂലിനോട് ഇസ്തിഗ്ഫാർ ആ അർത്ഥത്തിൽ ചോദിക്കാമെന്ന് കൃത്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സലാം ബാഖവി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തേ നിങ്ങളെ ആ ശറഹുൽ അർബഈനിന്റെ ഇബാറത്ത് പ്രകാരം സാധാരണവും അസാധാരണവും സഅലല്ലാഹു തആല, അല്ലാഹുവിനോട് ചോദിക്കണം എന്നാ ശറഹുൽ അർബഈനിലുള്ളത്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ആശയപ്രകാരം സാധാരണ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് ശറഹുൽ അർബഈനിൽ വന്നില്ലേ? എന്തേ അതിനൊരു മറുപടി പറയാൻ കഴിയാത്തത്? അത് ഈ സെഷനിൽ പറയാൻ പറ്റൂല എന്നാ അപ്പൊ സുഹൈലും മറ്റാളും പറയുന്നത്. പിന്നെ എന്തിനാ ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന മൂസ സലാഹി നിങ്ങൾ ചോദ്യത്തിൽ അത് തുടക്കം കുറിച്ചത് എന്തിനാണ് അത് തുടക്കം കുറിച്ചത്? റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞതെന്താണ്? സാധാരണമായ കാരണത്തിലൂടെയും അതുപോലെ മറഞ്ഞ കാരണത്തിലൂടെയും അല്ലാഹു റസൂലിനെ സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും അല്ലാഹു ആണ് ചെയ്യുന്നത് എന്നാണ്. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ഇത് രണ്ടും അല്ലാഹു ആണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതോ ഒന്ന് അല്ലാഹു ആണ് ചെയ്യുന്നത്, മറ്റേത് സൃഷ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് അല്ലാഹുവിനോട് ചോദിക്കാം, മറ്റേത് സൃഷ്ടിയോട് ചോദിക്കാം. അത് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് റാസിയിൽ പറയുന്നത്. എവിടെ സഹോദര റാസിയിൽ അങ്ങനത്തെ ഒരു ചർച്ച ഉള്ളത്? എവിടെയുള്ളത്? ഇല്ലാത്തത് റാസിയുടെ പേരിൽ ആരോപിച്ചു അല്ലേ? സലാം ബാക്കിയുടെ പേരിൽ കളവ് പറഞ്ഞു. റാസിയുടെ തഫ്സീർ റാസി തന്നെ തള്ളിയിരിക്കുന്നു എന്ന് സലാം ബാക്കി പറഞ്ഞിരിക്കുന്നു എന്ന് സലാം ബാക്കിയുടെ പേരിൽ കള്ളം പറഞ്ഞ സുഹൈല്. അങ്ങനെയല്ല സലാം ബാക്കി പറഞ്ഞത്. റാസിയുടെ തഫ്സീർ മർജുഹാണ് എന്നാണ് സലാം ബാക്കി പറഞ്ഞിട്ടുള്ളത്. മർജുഹ് എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം തിരിയാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ ഞാനത് വിശദീകരിച്ചു തരും. അല്ലെങ്കിൽ ആരാണോ മറുപടി പറയുന്നത് എങ്കിൽ വിശദീകരിച്ചു തരും. അതുകൊണ്ട് കൃത്യമായിട്ട് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ പറയാതെ റസൂലിന്റെ ജീവിതകാലത്താണെന്ന് പറയും. അല്ല, അത് റസൂലിന്റെ മരണാനന്തരവും പ്രസക്തമാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്ന് ഒരു ന്യൂനതയുമില്ലാത്ത ഹദീസ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള വഫാത്തിന് ശേഷം നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് കൂടി നമ്മൾ ചേർക്കുമ്പോൾ വഫാത്തായി കിടക്കുന്ന റസൂലിനോട് സഹായം ചോദിക്കാം. അൽഹംദുലില്ലാ. മുസ്ലിയാക്കന്മാർക്ക് എന്തായാലും കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബൂജഹൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരുടെ ഔലിയാക്കൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഇവിടെ തെളിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. എം ടി ദാരിമി അൽഹംദുലില്ലാ. എന്തായാലും കുറച്ചൊക്കെ നന്നാവുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെച്ചാല് ഞാൻ ചോദിച്ച ചോദ്യം പോലും ശരിക്കും എന്റെ എം ടി ദാരിമി കേട്ടില്ല.
നിങ്ങളുടെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിമീങ്ങൾ നടത്തുന്ന മറിഞ്ഞ മാർഗത്തിലുള്ള സഹായത്തേടൽ ശിർക്കല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ തേടിയ ഒരൊറ്റ സംഭവം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിയിക്കാന്ന് പറയുന്നത്. ഇവിടെ വലൗ അന്നഹും ഇല്ലലമു, ഹും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുമോ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുമോ? ജാഊക, അപ്പൊ നബി തന്നെ തെറ്റി കഴിഞ്ഞാൽ നബിയിലേക്ക് തന്നെ പോവാ അല്ലെ? അങ്ങനെയല്ല അർത്ഥം വരാ. നബി തന്നെ തെറ്റി കഴിഞ്ഞാൽ നബിയിലേക്ക് അടുത്തേക്ക് പോവാ. ഇനി നിങ്ങൾ എന്താ നിങ്ങൾ പറയാറുള്ളത്? എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്താ പറയാ, ഈ ആയത്തൊക്കെ ഉദ്ധരിക്കുന്ന മുശ്രിക്കീങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്ത്, മുനാഫിക്കീങ്ങൾ ഉദ്ധരിക്കുന്ന അവതരിപ്പിച്ച ആയത്തൊക്കെ ഞങ്ങളുടെ മേൽ ഓതുന്നു എന്ന് നിങ്ങൾ പറയാറുള്ളത്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, ഈ ഹും ആര്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹും ആരിലേക്കാണ് അവതരിപ്പിച്ചത് നിങ്ങൾ പറയാം. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറഹും റസൂലു ലവജദല്ലാഹു തവ്വാബർ റഹീമ, ഇത് ആരിലേക്കാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറയാം. രണ്ടാമത് നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കൊണ്ടുവരും നിങ്ങൾക്കറിയാം. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉത്തരം പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഇപ്പോ 2-3 കാര്യങ്ങൾ ആണിപ്പോ ഇവിടെ ചർച്ച. ചോദിക്കാൻ സാധുക്കൾക്കൊന്നുമില്ല. റുബൂബിയ്യത്ത് അള്ളാഹു അല്ലാത്തവര്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ഖാലിഖായി, റബ്ബായി, മുദബ്ബിറായി കണ്ടിരുന്നില്ല എന്നാണ് ഇവരുടെ വാദം. എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങള് ചെയ്യുന്ന പണിയാണ് അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ മൂമിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന പണിയാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഇവിടെ പൊളിഞ്ഞു. റുബൂബിയത്ത് നമ്മൾ സ്ഥിരീകരിച്ചു. അവർ റുബൂബിയത്തിനെ വാദിച്ചിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു, സ്ഥിരീകരിച്ചു. അവർ ഏകദേശം അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇനിയിപ്പോ ആ ആയത്തൊന്നും നമ്മുടെ മേൽ പറയാൻ പറ്റില്ല. അവിടെ കുടുങ്ങിപ്പോ ഒന്നും പറയല്ല. എന്നാൽ നിങ്ങൾ കേട്ടോ, അബൂജഹലുമാര് എന്ന് പറഞ്ഞാൽ, ഈ അബൂജഹൽ എന്ന് പറഞ്ഞാലും ഈ ഒരാളല്ല, എല്ലാവരും ഈ മുശ്രിക്കീങ്ങളാ മുറാദ്. കമാ യഖൂൽ ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ ഇല്ലല്ലാഹു, അല്ലാഹുവിന്റെ ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന, ഈ ഐ അൽ മുശ്രികൂന ഖാതിബതൻ, അബൂജഹലുമാരാവട്ടെ, ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാ
അല്ലെങ്കിൽ സക്കരിയമാര് എന്ന് പറയാം. അത് മുന്നേ പറയുന്നു. ഇപ്പൊ നിങ്ങൾക്കത് പറയുമ്പോൾ എത്രകൊണ്ട് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഫൈസൽ മൗലവിനെ അതിൽ കാണാനുമില്ല. അപ്പൊ പോയാ ഇല്ല എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, അവര് ഇലാഹ് എന്ന് വാദിക്കുമ്പോൾ ആലിഹ ഹൽക്കിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. ജക്കരിയാക്കൾ എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ അബൂജഹൽമാർ എന്ന് പറഞ്ഞതിനെ നിങ്ങൾ വല്ലാതെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കൊണ്ടുവന്നിട്ട് പിന്നെ മെനക്കെടണ്ട. അവര് ഹൽക്കിനെയും സുൽത്താനിലും പങ്കു ചേർത്തിരുന്നു എന്ന് ഒരുപാട് ദലീലുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല ബല്ലാ യൂഖിനൂൻ എന്ന് പറഞ്ഞിടത്ത്, ബല്ലാ യൂഖിനൂൻ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഷൗക്കാനി പോലും പറയുന്നു അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല, അവർ തമാശയായി പറഞ്ഞിരുന്നതായിരുന്നു. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞിരുന്നത് തമാശ പറയുകയായിരുന്നു, അല്ലെങ്കിൽ കുടുങ്ങുമ്പോൾ പറയുകയായിരുന്നു. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല എന്ന് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അന്ന് മംഗലാപുരം സംവാദത്തിലും ആ നിലക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെ നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ കാര്യം, വലൗ അന്നഹും ഇളലമു അംഫുസഹും എന്നുള്ള ലമീർ എടുക്കാണ്. വലൗ അന്നഹും ഇളലമു അംഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു. ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല എന്നാണോ ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായം? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞിട്ടില്ല, യുർഷിദു തആല അല്ലാഹു തആല അൽ ഉസാത മിനൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾ, പിന്നെ റസൂലുള്ള തെറ്റ് ചെയ്യില്ലല്ലോ. റസൂലുള്ളാഹ്ക്ക് അത് ബാധിക്കാത്തത് റസൂലുള്ള തെറ്റ് ചെയ്യില്ലല്ലോ. വലൗ അന്നഹും ഇളലമു, മുഅ്മിനീങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ, ഉസാത മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള തെറ്റ് ചെയ്തവരെ അള്ളാഹു ഇർഷാദ് ചെയ്യുന്നു. എന്റെ സലാബാക്കവി എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഒന്നും എന്തായാലും ഹാലിക്കിയത്ത് വാദം എന്തൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നത്? വെറും എന്താണ്? നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയില്ല. ഞാൻ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർ തേടിയിട്ടില്ലെങ്കിൽ ഒരായത്തോ ഒരു ഹദീസോ ഉദ്ധരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരൊറ്റ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾ ആരെയും കേട്ടോ? ഏതെങ്കിലും ഒരാഴ്ച മക്കൽ മുസ്ലിങ്ങൾക്ക് റബ്ബ് ഖാലിഖ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ചോദ്യമാണോ? ആരെങ്കിലും ചോദിച്ചോ എന്റെ ചോദ്യത്തിൽ? എന്റെ ചോദ്യം അതായിരുന്നില്ല. ഒന്നുകൂടി ശരിക്കും കേൾക്ക്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിമീങ്ങൾ നടത്തുന്ന എന്ന് മുസ്ലിമീങ്ങൾ നിങ്ങൾ നിരൂപാധികമായിട്ട് നിങ്ങൾ പറയുന്നത് അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടൽ ശിർക്കല്ല എന്ന് നിങ്ങൾ എഴുതിയത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടിയ ഒരൊറ്റ ആയത്തോ അല്ലെങ്കിൽ ഒരൊറ്റ സഹീഹ് ഹദീസോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. നീ വീണ്ടും കൊണ്ടുപോകാം. ഇനി അങ്ങനല്ല, സഹാബത്ത് തെളിയുന്നുണ്ടോ? സഹാബികൾ മറഞ്ഞ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തേടി, അഥവാ മൊയ്തി ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ തരണല്ലോ എങ്കിൽ ആ തേടി ഒരൊറ്റ കാര്യം, ഒറ്റ സംഭവം നിങ്ങൾ സഹീഹായി നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇവിടെ പറഞ്ഞു എന്താ അതിന്റെ ലമീർ ആരാന്നുള്ളത്. നമുക്ക് തഫ്സീറിലേക്ക് എടുക്കാം. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു യർദുല്ലാഹ തവ്വാബർ റഹീമ യഅനി ബിദാലിക ജല്ല സനാഉ വലൗ അന്ന ഹൗലാഇൽ മുനാ
കൊണ്ട് എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും. എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? അല്ലാഹു അക്ബർ ഖുൽതും കമാ ഖാല ഖൗമു മൂസ എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇന്നകും സതർകബൂന സനദ മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ പൂർവികരായ അഥവാ ബനൂ ഇസ്രായേലുകൾ അവരെ ആ കാര്യം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അഥവാ ഇലാഹാക്കുന്ന വിഷയത്തിൽ ഈ സമൂഹവും അതുപോലെ തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? മാന്യ സുഹൃത്ത്, ഇപ്പൊ റുബൂബിയ്യത്ത് മൂപ്പര് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശദീകരിച്ചു. അപ്പൊ അത് പറയാൻ പാടില്ലാത്ത രൂപത്തിലാണ് മൂപ്പര് സംസാരം. ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞതാണ് ഖാലിഖുൽ മുദബ്ബിറിനെ സംബന്ധിച്ച് റുബൂബിയ്യത്തിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് ഞാനത് വിശദമായി പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഇപ്പൊ അത് അതിനെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. പിന്നെ ഒരു ആയത്തിറങ്ങിയത് ഒരു കാരണത്താലാണ്, ഒരു വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് മാത്രമാണ് ആ ഖുർആന്റെ ആയത്ത് ബാധിക്കുകയുള്ളൂ എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു അങ്ങനെ? അതിന്റെ ഉദ്ദേശം അത് എല്ലാവർക്കും ബാധകമാണെന്നല്ലേ നീതിന്റെ നിയമം? ഇവിടെ എന്താ പറയുന്നത്? അവരങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തത് നിഫാഖിന്റെ അടയാളമാണെന്നാ പറഞ്ഞത്. ചെയ്യണം, ചെയ്യാത്തത് നിഫാഖിന്റെ അടയാളമാണെന്നാണ് ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇദാ ഖീല ലഹും തആലൂ, അവരോട് പറയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരണം, എന്നിട്ട് നബി നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാവുകയില്ല. തയ്യാറാവാതിരിക്കലാണ് നിഫാഖിന്റെ അടയാളം. അതാണ് ഇപ്പോ മുജാഹിദീങ്ങൾ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. അതാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. മുനാഫിഖീങ്ങളുടെ സ്വഭാവം അവരങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മറ്റൊരായത്തിൽ പറയുന്നത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദീകരിച്ചു. അവരോട് പറഞ്ഞാൽ മുനാഫിക്കിന്റെ അടയാളമാണ്. അവരോട് റസൂലുള്ളാഹിയുടെ അടുത്ത് പോയി അപേക്ഷിക്കൂ, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് പറഞ്ഞാൽ അത് അവർ സ്വീകരിക്കുകയില്ല, അവർ തലകുലിച്ച് പോകുമെന്ന് ഖുർആൻ പറയുന്നു. അതാണ് ഇതിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. എന്നാൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ സബബുൻ നുസൂൽ എന്താണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്: യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ആകമാനം പഠിപ്പിക്കുകയാകുന്നു. മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ദോഷികളായ ആളുകളെ പഠിപ്പിക്കുകയാണ്. എന്തെന്ന്? അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരണമെന്നും റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നും അവരും പൊറുക്കലിനെ തേടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അൽ-ഉസാത്ത വൽ മുദ്നിബീന എന്ന് ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞു. നിങ്ങൾ തള്ളിയോ? ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ നിങ്ങൾക്ക് പറ്റാതെയായോ? തഫ്സീർ ഇബ്നു കസീർ മുനാഫിക്കായിരുന്നോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ നിഫാഖാണോ ഈ പറഞ്ഞത്? എന്ത് തോന്നിയാസാ നിങ്ങൾ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത് നിഫാഖോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഉണർത്താനുള്ളത്, നേരത്തെ നിങ്ങൾ പറഞ്ഞു ആസിഫ് ബിൻ ബർഖിയ എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത്, ആളല്ല ചെയ്തത് എന്ന റാസിയുടെ ഇബാറത്തിന്, റാസിയുടെ തഫ്സീറിനെ നിങ്ങൾ വല്ലാതെ പ്രാമുഖ്യം നൽകി. നിങ്ങൾ എഴുതിയ അൽ വിലായത്ത് വൽ കറാമ തന്നെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ. പല തഫ്സീറുകളും ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ ആസിഫ് ബിൻ ബർഖിയയാണ് എന്ന അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത് എന്ന് നിങ്ങൾ എഴുതിയ പുസ്തകത്തിലുണ്ടല്ലോ. എന്തേ അത് ഒഴിവാക്കുന്നു? എന്തേ അത് നിങ്ങൾ തള്ളുന്നു? ആവശ്യത്തിനനുസരിച്ച് തോന്നിയത് പറയല്ലേ. പിന്നെ ഇപ്പൊ ഇവർക്ക് വേണ്ടത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റാരോടെങ്കിലും ചെയ്തതിന്, അല്ലെങ്കിൽ സഹാബത്ത് ആരെങ്കിലും അബോധിക രൂപത്തിൽ ചെയ്തതിന് തെളിവ് കിട്ടണം. എന്തിനാ തെളിവ്? നിങ്ങൾ ഇസ്ലാഹിൽ പറഞ്ഞത് ഷിർക്ക് എന്ന് തെളിയിക്കാൻ തെളിവ് വേണ്ടാന്നല്ലേ? ഷിർക്ക് അല്ലാത്തതിന് തെളിവ് ഷിർക്കല്ല എന്ന് തന്നെ. ഷിർക്കാണെന്ന് തെളിയിക്കാത്ത കാലത്തോളം അത് ഷിർക്കല്ല എന്ന് നിങ്ങൾ ഷിർക്കാണെന്ന കാര്യങ്ങൾ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്, ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിർക്കല്ല എന്നതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. ഷിർക്കാണെന്നതിന് തെളിവ് പറയാൻ ഇന്ന് വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടും ഇല്ല. എങ്കിൽ നിങ്ങൾ അൽ ഇസ്ലാഹിൽ എഴുതിയതിൽ നിന്ന് നിങ്ങൾ മാറിയോ? തെളിവ് ഞങ്ങൾ തരാം. നിങ്ങൾ കേട്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രവർത്തനം, അവരുടെ ഇഖ്റാറ്, അവരുടെ വാക്ക് ഒക്കെ ദീനിൽ തെളിവാ. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, നബിയെ എനിക്ക് ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി ഇല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ അടുത്ത് പോകലാണോ? ഓർമ്മശക്തി ഇല്ലെങ്കിൽ അതിനുള്ള ഭൗതിക മാർഗങ്ങൾ എന്താ? അതിനുള്ള മരുന്ന് കുടിക്കണം. പക്ഷെ റസൂലുള്ളാഹിയുടെ അടുത്ത് പോകുന്നു, റസൂലുള്ള അഭൗതിക രൂപത്തിൽ അതിന് പരിഹാരം കാണുന്നു. മുണ്ട് വിരിക്കാൻ പറയുന്നു,
അതിൽ കോരിയിടുന്നു. ദുആ ചെയ്യുക പോലുമല്ല അവിടെ ചെയ്യുന്നത്, അതിൽ കോരിയിടുന്നു. എന്നിട്ട് അത് നെഞ്ഞോടടുപ്പിക്കാൻ പറയുന്നു. അഭൗതിക രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് എത്ര സഹായം തേടി, അത് മുഴുവനും റസൂലുള്ളാഹി അംഗീകരിക്കുന്നു. നിനക്ക് ഓർമ്മശക്തി ഇല്ലെങ്കിൽ പടച്ചവനോട് ദുആ ചെയ്തോ, അല്ലെങ്കിൽ വല്ല വൈദ്യരെ പോയി കണ്ടോ, പോയി കണ്ടാണ് അകത്തിൽ എന്നാ പറയാ. പിന്നെ അറിഞ്ഞിട്ട് പറഞ്ഞു ആ ഹദീസിൽ ഒരാൾക്ക് അതാവ്യാസമുണ്ട്, പലരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ചില ആളുകൾ അദ്ദേഹത്തെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ മഹാനല്ലേ, അതേ ഹാഫിദുൽ ഇറാഖി അല്ലേ തർഹുത്ത് തരീബിൽ ഇസ്നാദുഹു ജയ്യിദുൻ, ഇതിന്റെ ഇസ്നാദ് സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞത് അതേ ഹാഫിദ് അല്ലേ പറഞ്ഞത്. ഹാഫിദ് രണ്ടഭിപ്രായം പറഞ്ഞാൽ ഈ ഹയ്യയുടെ തഖ്രീജിൽ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്, തർഹുത്ത് തരീബിൽ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? ഹദീസിന്റെ ഉസൂലുൽ ഹദീസിന്റെ ഉസൂലുൽ ഹദീസിന്റെ ബാലപാടൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. എന്റെ ചോദ്യം എവിടെ? ചോദ്യത്തിന്റെ ഉത്തരം എവിടെ? എന്റെ സഹോദര സലാം ബാക്കി നിങ്ങളോട് ചോദിച്ചത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിൽ സഹായം ചെയ്യൽ ശിർക്കല്ല എന്നത് ഞാൻ ചോദിച്ചു. നിങ്ങൾ വായിച്ചു, നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ലെങ്കിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങൾ ഉദ്ധരിക്കുക. ഇവരങ്ങനെ പറഞ്ഞു വലവല്ല മിന്നലും അൻപതും ജാവുക. ഇതിൽ മറഞ്ഞെന്നുള്ള ഏത് വാക്കിനുള്ളോ എനിക്ക് അറിയില്ല, ഏതിനാ മറഞ്ഞ വാക്കുന്നുള്ളത്, വലവല്ല മിന്നലും അൻപതും ജാവുക എന്നുള്ളത് ഒറ്റണത്തിലില്ല. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു ആ ആയത്ത് ഇറങ്ങിയതാലേക്കാണ് മുനാഫിക്കീങ്ങൾക്കാണ്. എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ആയത്ത് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, അതുപോലെ തന്നെ വൈദാ സഅലക ഇബാദി അന്നി ഖരീബ്, അല്ലെങ്കിൽ ദുആ എന്നുള്ള തുടങ്ങുന്ന ആയത്തുകളെ കൊണ്ടുവരുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ നിങ്ങൾ പറയുന്ന കാണുന്നത് അത് മുനാഫിക്കീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇറങ്ങിയ ആയത്താണ്, ഞങ്ങൾക്ക് ഇറങ്ങിയ ആയത്തല്ല. ഇപ്പൊ മുനാഫിക്കീങ്ങൾ ആയത്ത് നിങ്ങൾക്ക് ഇട്ടാമല്ലേ, അതാണ് സലാം ബാക്കവി ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പിടിയിട്ടോ ഈ ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഈ ആയത്ത് ആരിലേക്കാണോ ഇറങ്ങിയത് ആ ആയത്ത് മൻസൂഖാണ്. അതാ ഇൻഷാ അല്ലാഹ് ഹിജറ 410 മരണപ്പെട്ടു പോയ ഇബ്നു സലാം അദ്ദേഹത്തിന് അന്നാസുൽ മൻസൂഖ് ഉദ്ധരിക്കുന്നു. അഥവാ ഈ ആയത്ത് വലൗ അന്നഹും ളലമു അൻഫുസുഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ നസഹ ബിദാലിക ബിഖൗലിഹി ഇസ്തഗ്ഫർ ലഹും വലൗ ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും എന്നുള്ള ആയത്തിന് ശേഷം ആ ആയത്ത് അവരിലേക്ക് മൻസൂഖാണ്. ആയത്ത് മൻസൂഖാണ് സലാം ബാക്കറി. ഇതൊരൊറ്റ നാസുകൾ മൻസൂഖിന്റെ കിതാബല്ല. ഇൻഷാ അല്ലാഹ് 1, 2, 3 ഇൻഷാ അല്ലാഹ് ഒക്കെ കൊണ്ടുവരും. പിന്നെ ഇവിടെ എന്തിനാ ഇബ്നു കസീറിൽ അൽ ഉസാത വൽ മുസ്ലിമീന ആ അലിഫ് ലാം എല്ലാ മുഅ്മിനീങ്ങളെ കൊണ്ടാണെന്നുള്ളത് ഒരിടത്തും ആര് പറഞ്ഞിട്ടില്ല? ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ശിഷ്യനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അൽ ബിദായത്ത് വൻ നിഹായിൽ നാസിറുൽ ഖദർ എന്നുള്ള പണ്ഡിതന്റെ ഖബറിനെ പറ്റിയിട്ട് അവിടെ എന്ത് പറയുന്നു? അവിടെ ബർക്കത്തെടുക്കുന്നത് അഹ്ലുൽ ഇൽമിന്റെ ആളുകളൊക്കെ തടഞ്ഞിരിക്കുന്നു പറയുന്നു. നഫീസത്തുൽ മിസ്രിയുടെ ഖബറിലേക്ക് ശിർക്ക് എന്ന് പറയുന്നു. ഇബ്നു അസ്കലാനി പറയുന്നു അവിടെ കുഫ്ർ ഉണ്ടെന്ന് പറയുന്നു. ദഹബി പറയുന്നു ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് കാരണം അവിടെ ശിർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടൊന്നും എന്തല്ല, നിങ്ങൾക്ക് ആ പണ്ഡിതന്മാരൊന്നും തൊടാൻ കഴിയില്ല. ഇബ്നു അസ്കലാനി തൊടാൻ കഴിയില്ല, ഇബ്നു കസീറിനെ തൊടാൻ കഴിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് വലൗ അന്നഹും ളലമു അൻഫുസുഹും ജാഊക എന്നല്ലേ ഞങ്ങളെ പണ്ഡിതന്മാർ കൊല്ലങ്ങൾക്ക് മുന്നേ നിങ്ങൾ വെല്ലുവിളിച്ചു, കൊല്ലങ്ങൾക്ക് മുന്നേ നിങ്ങൾ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇൻഷാ അല്ലാഹ് 700-800 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ആവർത്തിക്കുന്നു. ഫയുഖാലു ലഹും മൻ ഫഹിമ ഹാദൽ മിൻ സൽഫിൽ ഉമ്മത്തി വഅയിമത്തിൽ ഇസ്ലാം ഫസ്കുൽ ലനാ അൻ റജുലിൻ വാഹിദിൻ മിനസ് സഹാബത്തി വത്താബീൻ ഔ തബിഅത് താബീൻ ഔ അയിമത്തുൽ അറബാ. ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു താബി, ഏതെങ്കിലും ആ 4 ഇമാമിൽ മദ്ഹബിൽപ്പെട്ട ഇമാമിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഒരൊറ്റ സഹാബി, ഒരൊറ്റ താബി, ഒരൊറ്റ താബി, ഒരൊറ്റ സലഫ്, ആ 4 ഇമാമി അല്ലാതല്ലാത്ത ഇമാമികളും അഥവാ ആ സലഫ് സാലിഹിൽപ്പെട്ട ഇമാമികൾ ആരെങ്കിലും നിങ്ങൾ ഈ മനസ്സിലാക്കിയ പോലെ ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അങ്ങനെ ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സഹാബിയുടെ പേര് ഉദ്ധരിക്കാൻ വെല്ലുവിളിക്കുന്നു. ഞങ്ങളെ ഇമാമിങ്ങൾ വെല്ലുവിളിച്ചതുപോലെ നിങ്ങൾക്ക് കഴിയില്ല. ഹിജറ 800 ശേഷം നിങ്ങൾ കഴിഞ്ഞിട്ടില്ല, 900 ശേഷം കഴിഞ്ഞിട്ടില്ല, 1000 ശേഷം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 1400
ആ 35 ഇന്നും ഇൻഷാ അല്ലാഹ് കടികയില്ല എന്റെ സലാമാക്കി കാണട്ടെ. അതുകൊണ്ട് പറയാനുള്ളത് വലവന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്നുള്ള ആയത്ത് കൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ മറ്റുള്ളവർ തേടുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. സഹാബികൾ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. താബിഈങ്ങൾ ചെയ്തു നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ സാധ്യമെങ്കിൽ നിങ്ങൾ സലഫുസ് സാലിഹീങ്ങളുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്ക്. ഇബ്നു അബ്ബാസിന്റെ ഞാൻ തഫ്സീർ ഉദ്ധരിച്ചു, തബരി ഞാൻ തഫ്സീർ ഉദ്ധരിച്ചു, തബറാനി ഞാൻ തഫ്സീർ. അൽഹംദുലില്ലാഹ്. സുഹൈലി യൂസുഫ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല നിലക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഇപ്പോ നല്ലൊരു ചോദ്യം മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ആയത്തിൽ വല്ലാതെ പിടിച്ചു തൂങ്ങുന്നൊന്നുമില്ല. ആ ആയത്ത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് തെളിവാണെന്ന് ഇബ്നു ഹജർ ഇമാം ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത്. മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഉസാത്ത് എന്ന് പറഞ്ഞാൽ ആരാ? മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഉസാത്ത് എന്ന് മുദ്നിബീങ്ങൾ ഉസാത്ത്, അവരെ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഉസാത്തും മുദ്നിബീങ്ങളുമായ ആളുകൾ അവരെ അല്ലാഹു തആല ഇർഷാദ് ചെയ്യാണെന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള ആളുകളൊന്നും പെടില്ല. പിന്നെ അതിലെവിടെ അഭൗതിക രൂപത്തിൽ നിന്നാണ്, അതിന് വാക്ക് എവിടെയെന്നാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് അഭൗതിക രൂപത്തിലല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് അത് അഭൗതിക രൂപം അല്ല എന്നുള്ള അഭിപ്രായം ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ മാറുകയാണല്ലോ, സൃഷ്ടിയുടെ കഴിവ്, മനുഷ്യ കഴിവ് എന്നൊക്കെ പറഞ്ഞ് പലതും അഭൗതികമൊക്കെ ആകുന്നുണ്ടല്ലോ. വഫാത്തിന് ശേഷവും ഈ ആയത്ത് ബാധകമാണെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് അഭൗതിക രൂപമാണ്, അത് ബാധകമാണെന്നാണ് ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത്. ഇനി അത് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ച ആരെങ്കിലും ഉണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്ന ചോദ്യം. നല്ല ചോദ്യ. അതാ പിടിച്ചോ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ, ഏറ്റവും പ്രഗത്ഭനായ സഹാബി. എന്റെ ഹദീസിനെ തൊട്ടില്ലല്ലോ. എന്താ ഹദീസിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? ഹയാത്തി ഖൈറുല്ലക്കും വഫാത്തി ഖൈറുല്ലക്കും, അല്ലെങ്കിൽ മമാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതവും എന്റെ മരണവും ഖൈറാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അതൊക്കെ വരുന്നത്. ഈ ആഖ്യാനത്തിന്റെ വിശദീകരണമായി വരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുന്നു, എന്റെ ജീവിതവും ഖൈറാണ്, വഫാത്തും ഖൈറാണ്. ആ വഫാത്തിന് ശേഷം നിങ്ങൾ തെറ്റ് കാണുമ്പോൾ ഞാൻ പൊറുക്കലിനെ തേടും എന്ന് റസൂലുള്ള പറഞ്ഞു. അതാ റസൂലുള്ളാഹിയുടെ പൊറുക്കലിനെ തേടൽ നമുക്ക് ഗുണം കിട്ടും എന്ന് ഖുർആൻ പറയുകയും ചെയ്തത്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഈ ആയത്ത് നിലനിൽക്കുന്നു എന്ന്, ഈ ആയത്ത് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യം, എന്ന വിഷയം, ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അത് ഫലം കിട്ടുമെന്നും ആ റസൂലുള്ളാഹിയോട് പൊറുക്കലിനെ അവിടെ പോയിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് എന്നും വിശദീകരിക്കുന്ന വിധത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തുകൾ 5 എണ്ണമാകുന്നു. ഈ 5 എണ്ണത്തിൽ ഒന്ന്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും, അവർ തെറ്റ് ചെയ്താൽ അവർ റസൂലുള്ളാഹിയുടെ അരികിൽ വരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അവരും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിൽ ആ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തിൽപ്പെട്ടതാണ്. അതിന് പകരം ഈ ലോകം മുഴുവനും എനിക്കുണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത് ഈ ആയത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ആയത്തിന് വഫാത്തിന് ശേഷം ഈ ആയത്തിന്റെ അർത്ഥം നിലനിൽക്കുന്നത് കൊണ്ടാണ്, അതിന്റെ ഉദ്ദേശം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്ത് അത് തന്നെയാണ് ചെയ്തത്, അത് തന്നെയാണ് അംഗീകരിച്ചത്. ആ അംഗീകരിച്ചത് ചെയ്യണമെന്ന് നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു അതാ പറയുന്നു, ഖബറുകൾ ചെന്നുകൊണ്ട് അങ്ങനെ പറയണം. ഇമാം നബവി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അങ്ങനെ ഒരുപാട് മഹാന്മാര് പറഞ്ഞു. ഇബ്നു കസീർ തങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു. അതുപോലെ പല മുഫസ്സിരീങ്ങളും പല മുഹഖ്ഖീങ്ങളും ഇതെടുത്തുദ്ധരിച്ചു. അതുകൊണ്ട് ഈ ആയത്ത്
വളരെ കൃത്യമാണ്. വഫാത്തിന് ശേഷവും അത് നിലനിൽക്കുന്നു, അതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷം പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും വിധത്തിൽ തള്ളാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ സാധിക്കുമെങ്കിൽ, ഉസൂലിന്റെ നിയമം അറിയുമെങ്കിൽ ആ ഹദീസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തള്ളാൻ കഴിയുക? സാധ്യമല്ല, നിങ്ങൾക്ക് സാധ്യമേ അല്ല. ആ ഹദീസ് നിലനിൽക്കുന്നു, ആ ഹദീസ് ഖിയാമം വരെ നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വഫാത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന കാര്യം റസൂലുള്ളാഹി തന്നെ പറഞ്ഞത് കൃത്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ചെയ്യാൻ അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാമെന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ എഴുതി. ഇന്നത്തെ ഈ വാദപ്രതിവാദത്തിലും സംവാദത്തിലും നിങ്ങളത് സമ്മതിച്ചു എന്നിരിക്കെ നിങ്ങൾക്ക് ഇത് സമ്മതിച്ച സ്ഥിതിക്ക് ആ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതിൽ ലക അഷ്കു യാ റസൂലല്ലാഹ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്, ലക അഷ്കു എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വന്ന് ഇസ്തിഗ്ഫാർ തേടാമെന്നുണ്ടെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ച അർത്ഥം വെക്ക്. സലാബാക്കിനെ വെല്ലുവിളിക്കുന്നു. 5 ആയത്ത് ഇസ്തിഗ്ഫാറിനെ പറ്റി 5 ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലാതെ, ആ ആയത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലാതെ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ തേടണമെങ്കിൽ ഒരു ഹദീസിന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോയി ഇസ്തിഗ്ഫാർ തേടണമെന്നുണ്ടെങ്കിൽ ഉദ്ധരിക്കുക ഹദീസ്. ആ വെറുതെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു 5 ആയത്തുകൾ എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയി ഇസ്തിഗ്ഫാർ തേടണമെന്നുള്ള പച്ചക്കള്ളം നിങ്ങൾ ഉദ്ധരിച്ചിരുന്നു. നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കുക, നിങ്ങളെ സമയമാണ് ഉദ്ധരിക്കണം. പിന്നെ എന്താ ഉസൂൽ ഹദീസ് ഇല്ല, ഉസൂൽ ഹദീസ് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കുക. ഇനി ഒരു റാവിനെ പറ്റിയിട്ട്, ഒരു റാവി അദ്ദേഹം ദുർബലനാണ്. പലരും അദ്ദേഹം എന്താണ് ദുർബലാണെന്ന് പറഞ്ഞു, ചിലർ എന്ത് പറഞ്ഞു അവർ നന്നല്ലെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഉസൂൽ ഹദീസിന്റെ നിയമം അനുസരിച്ചിട്ടുണ്ടാവുക? فإن الذي عليه جمهور العلماء أن الحكم للجرح والعمل به أولى وقال طائفة بل الحكم للعدالة وهذا خطأ. ആരെങ്കിലും അഥവാ ജംഹൂർ ജർഹിനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായം ഖത്തആണ് എന്നുള്ളത് ആര് പഠിപ്പിച്ചെന്നറിയോ? ഖതീബുൽ ബാഗ്ദാദി പഠിപ്പിച്ചു. ലിഅജ്ലി മാ ദകർനാഹു മിൻ അന്നൽ ജാരിഹീന യുസദ്ദിഖൂന അൽ മുഅദ്ദിലീന ഫിൽ ഇൽമി ബിസ്സാഹിർ. അഥവാ ജാഹിരീങ്ങൾക്കാണ്, അഥവാ ജർഹ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലും ആ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള എന്തുള്ളത് അറിവ് കൂടുതലുള്ളത്. വയഖൂലൂന ഇൻദനാ സിയാദതു ഇൽമിൻ ലം തഅലമൂഹു മിൻ ബാത്തിനി, അഥവാ ആദിലീങ്ങൾക്ക് തന്നെ കാട്ടിയും കൂടുതൽ അറിവ് ഈ ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ജർഹ് തഅദീലിന്റെ ഉസൂൽ അനുസരിച്ച് അൽ ജർഹ് മുഖദ്ദമു തഅദീൽ, അതിനാണ് എന്തുള്ളത് പ്രാബല്യമുള്ളത്. അതുകൊണ്ട് ഉസൂൽ ഹദീസിന്റെ കാര്യം ഓർത്തിട്ട് എന്ത് ചെയ്യാ സലാമാക്കി വളരെ ചെയ്യണ്ട. ഇനി ഇത് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു, അഥവാ ഞങ്ങളെ പണ്ഡിതന്മാർ വലൗ അന്നഹും ഇല്ലറമു അൻഫുസുഹും ജാഉക എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. വഅമ്മൽ ആയത്തു മിൻ വദത് ബി അഖ്വാലി മുഅയ്യനീന ഫീ ഹാൽ ഹയാതി ഫഇന്നഹു തഅമ്മു ബി ഉമൂമിൽ ഇല്ല ഫഹഖുൻ فإنها تعم ما ورد فيه وكان مثل عامة في حق كل من ظلم نفسه وجاء كذلك. وأما دلالة على المجيء إليه في قبره بعد موته فقد عرف بطلانه. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വരണം എന്നുള്ളത് ബാത്തിലാണ്, പൊട്ടത്തരമാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പറ, ഈ പണ്ഡിതൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനല്ല നിങ്ങൾ പറ, മുനാഫിക്കാണെന്ന് പറ, അദ്ദേഹം മുജ്തഹിദ് അല്ല എന്ന് പറ, അദ്ദേഹം മുഹദ്ദിസ് അല്ല എന്ന് പറ, അദ്ദേഹം മുഫസ്സിർ അല്ല എന്ന് പറ. ഇൻഷാ അല്ലാഹ് ഞാൻ വ്യക്തമായി തബഖാത്തിലെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്, അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം മുഹദ്ദിസാണെന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും. അദ്ദേഹം പറയുന്നു ഈ കാര്യം മനസ്സിലാക്കൽ പൊട്ടത്തരമാണ്. തുടർന്നുകൊണ്ട് പറയുന്നു അദ്ദേഹം മൻ ഫഹിമ ഹാദാ മിൻ സലഫിൽ ഉമ്മത്തി വഅയിമത്തിൽ ഇസ്ലാം, ആരാണ് സലഫ് സ്വാലിഹിൽപ്പെട്ട ഉമ്മത്തുകളിൽപ്പെട്ട അയിമത്തങ്ങൾ മനസ്സിലാക്കിയത്?
ഫസ്കുല്ലന അൻ റജുലിൻ വാഹിദിൻ മിനസ് സഹാബ, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു കൊണ്ടുവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരൊറ്റ സഹാബിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ? ഇല്ല, ഇജ്മാഅ്. ഒരൊറ്റ സഹാബിയെയും താബിഈങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല, ഇന്നേവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പിൽക്കാലത്തുള്ള ദുർബലമായ റിപ്പോർട്ടുകൾ മാത്രമാണ്. അതും നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസയുമായിട്ട് ബന്ധവുമില്ല. അതും ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചുതരാം. എന്താ ഇമാം നബി റഹ്മത്തുള്ളാഹി. ഓക്കെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. അപ്പൊ ആയത്ത് മൻസൂഖാണെന്നുള്ളിടത്തുനിന്ന് വിട്ടുപോകും. മൻസൂഖാണെന്ന് പറഞ്ഞ് അത് വിട്ടു. ഇനിയിപ്പോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങള്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ പിന്നെ അത് മൻസൂഖാണെന്ന അർത്ഥം. മൻസൂഖാണെങ്കിൽ പിന്നെ അതിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് മൻസൂഖല്ല, അതിന്റെ ആയത്തിന്റെ അർത്ഥം നിലനിൽക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളാണ് പറയുന്നത്, ഏറ്റവും പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവാണ് പറയുന്നത്. അത് ആ ബഹുമാനപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവായ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഈ ആയത്ത് നിലനിൽക്കുന്നു, ആ ആയത്തിന്റെ ആശയം നിലനിൽക്കുന്നു, ആ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ ഇതിന്റെ ആശയത്തെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും അംഗീകരിച്ചു. വഫാത്തിന് ശേഷവും തങ്ങളെടുത്ത് വരിക, തങ്ങളോട് അപേക്ഷിക്കുക, അത് നേരിട്ട് ചെല്ലാൻ കഴിയുന്നവർ നേരിട്ട് പോവുക, അകലെ നിന്നിട്ട് ആണെങ്കിൽ ലക്കാഷ്കു എന്ന് പറയുക. റസൂലുള്ളാഹി ഇവിടെ നിന്ന് പറഞ്ഞാലും അവിടെ നിന്ന് പറഞ്ഞാലും ഒക്കെ കേൾക്കുമെന്നാണുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിയോട് അപേക്ഷിക്കുക, റസൂലുള്ളാഹി പൊറുക്കലിനെ തേടുക. അത് പൊറുക്കലിനെ തേടിയാൽ അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ സഹാബി പറഞ്ഞതിനെ വെല്ലാൻ പറ്റുന്ന ഒരാളും ഇവിടെ അതിനെതിരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കുകയും ഇല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണ് ഇത് പറഞ്ഞത്. ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താണ് എനിക്ക്. അത് ആ ആയത്ത് അതിന്റേതായ ആശയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ വലിയൊരു ഉസൂല് പറഞ്ഞു മൂപ്പര്, ജർഹ് തഅദീലിനേക്കാൾ മുഖദ്ദമാണ്. ഇനി ജർഹാവണ്ടേ മൗലവി? ജർഹാവണ്ടേ? എന്താ ജർഹ്? ജർഹ് എന്ന് കേൾക്കുമ്പോഴത്തേനും മൂപ്പര് കിട്ടിപ്പോയി എന്ന് വിചാരിച്ചു. ജർഹ് തഅദീലിനേക്കാൾ മുഖദ്ദമാണ്. എവിടെയാണ് ജർഹ്? നിങ്ങൾ പറയും, എന്താണ് അദ്ദേഹത്തിനുള്ള കുഴപ്പം? ചിലർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം മുർജിഅത്താണ്, ബിദ്അത്ത് ആരോപിച്ചു എന്നാണ്. ബിദ്അത്ത് ആരോപിക്കുന്നത് ജർഹാണോ മൗലവി? ബിദ്അത്ത് ആരോപിച്ച ആളത് സ്വീകരിക്കില്ല എന്ന് ആര് പറഞ്ഞു? ബിദ്അത്ത് ആരോപിച്ച ആളത് സ്വീകരിക്കുമെന്ന് ജമ്മുൽ ജവാമി വിളിച്ചാലും ആ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം സാദിഖാണോ, വിശ്വസ്തനാണോ? സദൂഖാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. സദൂഖും വിശ്വസ്തനും അമീനുമാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ബിദ്അത്ത് ബാധകമാവുകയില്ല. ബിദ്അത്ത് കൊണ്ട് ഹദീസ് തള്ളാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ തള്ളാൻ നിന്ന സഹീഹുൽ ബുഖാരി തള്ളേണ്ടി വരും, മുസ്ലിമിന്റെ മറ്റ് പലരെയും തള്ളേണ്ടി വരും. മണിമണിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ജമ്മുൽ ജവാമി. പിന്നെ നഫീസത്തുൽ സമസ്തക്കാർക്ക് തെറ്റില്ല എന്ന് ഏകദേശം മുമ്പർക്ക് മനസ്സിലായി. സമസ്തയായിരുന്നു വിഷയം. ഇതിനിടയ്ക്ക് നഫീസത്തുൽ മിസ്രിന്റെ വേറെടുത്തൊക്കെ പോകുന്നത് കണ്ടു. സമസ്തക്കാര് ചെയ്യുന്നത് നാം എഴുതിയത് അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു. അതിൽ അൽഹംദുലില്ലാ അതൊന്നും തെറ്റില്ല എന്നിപ്പോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജർഹ് ഇല്ല ഇവിടെ. ആ പറഞ്ഞ ജർഹ് മുന്തിക്കണമെങ്കിൽ ജർഹിന്റെ കാരണം പറയണം. ഈ റാവി വിശ്വാസയോഗ്യരാണെന്ന് അഹ്മദ് ബിൻ ഹംബൽ, യഹ്യ ബിൻ മുഈൻ പോലെയുള്ള പ്രഗൽഭര് പറയാ, അവരുടെ കാലക്കാര് പറയാ. അതിനുശേഷം ചിലർ അദ്ദേഹത്തിൽ ളുഅഫുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കണമെങ്കിൽ ആ എന്താണ് കാരണം എന്ന് പറയണം. കാരണം എന്താ അവിടെ പറഞ്ഞത്? അദ്ദേഹത്തിന് ബിദ്അത്തുണ്ട് എന്നാണ്. മുർജിഅത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ബിദ്അത്ത് ആരോപണം സ്വദൂഖായ ഒരാളാണെങ്കിൽ, വിശ്വസ്തനായ ആളാണെങ്കിൽ
അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ബിദ്അത്ത് ആരോപണം കൊണ്ട് അദ്ദേഹത്തിന്റെ റിവായത്ത് തള്ളാൻ പറ്റുകയില്ല എന്ന നയമാണ് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിക്കുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിക്കുള്ളത്, ഇമാം മുസ്ലിമിനുള്ളത്, മഹാന്മാരായ അയിമ്മത്തു ശാഫിയക്കുമുള്ളത്, അധിക പണ്ഡിതന്മാർക്കും ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ജർഹ് ഇല്ല. ഇനി വല്ല കുറവും അതിനുണ്ടെങ്കിൽ അതിനെ ജബർ ചെയ്യുന്ന മറ്റൊരു റിവായത്ത് മുർസൽ അപ്പുറത്തുണ്ട്, സഹീഹാണ്. സഹീഹായ റിവായത്ത് മുർസലാണെങ്കിൽ ആ മുർസലായ റിവായത്ത് കൊണ്ട് അപ്പുറത്ത് അതിന് വല്ല കുറവും നിങ്ങൾ ആരോപിച്ചാൽ തന്നെ അത് പരിഹരിക്കാവുന്ന ഹദീസ് റിവായത്ത് ഇപ്പുറത്തുണ്ട്, അത് സഹീഹാണ്, മുർസലാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിനെ തൊടാൻ നിങ്ങൾക്ക് ഉസൂലുൽ ഹദീസിന്റെ ABCD അറിയുമെങ്കിൽ, അലിഫ് ബാ അറിയുമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തെളിയിക്ക്, നിങ്ങൾ പറഞ്ഞല്ലോ സാധിക്കുമെങ്കിൽ. ബഹുമാനപ്പെട്ട ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷം ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പൊ എന്താണ് ഉസൂലുൽ ഹദീസിന്റെ ABCD പിന്നെ മാറ്റിയില്ല, അത് എന്തായാലും അദ്ദേഹത്തിന്റെ ഉസൂൽ ഹദീസ് ABCD അല്ല എന്നുള്ളത് മനസ്സിലായി എന്തായാലും ഇൻഷാ അല്ലാഹ്. എന്താണ് കേവലം മുർജിയത്തിന്റെ ആരോപണം മാത്രമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ ഏത് കിതാബിൽ നിന്നാണ് വായിച്ചത്? തഹദീബിൽ നിന്നാണ് വായിച്ചത്? മീസാൻ എത്തിദാൽ നിന്നാണ് വായിച്ചത്? ഞാൻ ഇൻഷാ അല്ലാഹ് ഏകദേശം 11 പണ്ഡിതന്മാരെ ഉദ്ധരിക്കാം. അദ്ദേഹം ലൈഫ് കേവലം മുർജിയത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹം ലൈഫ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു സഅദ് കാന കസീറുൽ ഹദീസ് മുർജിഅൻ ദഈഫൻ എന്നും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഇബ്നു ജുറൈജ് പറയുന്നു അദ്ദേഹത്തിന്റെ ഹദീസ് ലൈഫ് ആണെന്ന് പറയുന്നു. വീണ്ടും ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ദുൽ ബറി പറയുന്നു അദ്ദേഹത്തിന്റെ ഹദീസിൽ ഖതഉണ്ട്, തെറ്റുകളുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അബൂ ഹാദിം പറയുന്നു ലൈസ ബിൽ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്റെ സലാബാക്കവി അതെന്തല്ല, അതൊരിക്കലും മുർജിയത്തിന്റെ മാത്രമാണെന്നുള്ള പച്ച. അതുകൊണ്ടാണ് ഹാഫിദ് ഇറാഖി പറഞ്ഞത് വഖദ് വഖഫു കസീറൂൻ, ധാരാളം പേര് അത് അദ്ദേഹത്തിനെ ദുർബലപ്പെടുത്തി. ലൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, ലൂഫ് എന്ന് പറഞ്ഞാൽ ദുർബലമാണ്. ധാരാളം പേര് അദ്ദേഹത്തെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉസൂൽ ഹദീസിന്റെ എന്റെ സലാബാക്കവി അതൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെന്താ പറഞ്ഞത് ഇവിടെ പറഞ്ഞ വലവന്നഹും ഇല്ലറമു അൻഫുസഹും ജാഊക എന്നുള്ള ആയത്ത് മൻസൂഖ് വിട്ടോ? അല്ലെ, മൻസൂഖ് വിട്ടിട്ടില്ല. മൻസൂഖ് ഒരിക്കലും വിട്ടില്ല. ആയത്ത് മൻസൂഖാണെന്നുള്ളത് നാസിഖ് മൻസൂഖിന്റെ കിതാബ് എടുത്തു കഴിഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല അതിലേറെ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ആയത്ത് ആരിലേക്കാണ് ഉറങ്ങിയത്? ആയത്ത് അവർക്ക് തന്നെ എന്താണ്? ആയത്ത് അവർക്ക് തന്നെ മൻസൂഖാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ലകഅഷ്കു എന്ന് പറയാന്ന് പറഞ്ഞിട്ടില്ലേ? ലകഅഷ്കു ആ സാന്നിധ്യത്തിൽ ലകഅഷ്കു എന്ന് പറയാം. ഏതാണ് ആ ഹദീസ്? ഉദ്ധരിക്ക്. സലാബാക്ക് ഇത് സംവാദമാണ്, നിങ്ങളെ പൊള്ളപടായില്ല. ഉദ്ധരിക്കുക ഹദീസ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് പോയി തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കുക ആ ഹദീസ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിൽ വെച്ച് തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കുക ഹദീസ്. കാണട്ടെ ആ ഹദീസിന്റെ മത്ന്, ഞങ്ങൾക്ക് കാണണം. സലാബാക്കി വെറുതെ തൊള്ളപടായി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ധരിക്കണം ഹദീസ്. നിങ്ങളുടെ സംവാദത്തിന്റെ ഉത്തരത്തിന്റെ സമയമാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്ക്. ഞാൻ പറഞ്ഞു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടൽ ആ രീതി മനസ്സിലാക്കുന്നത് അത് ബാത്തിലാണെന്ന് പറഞ്ഞത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമാണെന്ന് ഞാൻ ഇവിടെ പറയുന്നു. ഞാനിവിടെ അദ്ദേഹം മുജ്തഹിദാണെന്ന് പറയുന്നു, അദ്ദേഹം മുഫസ്സിറാണെന്ന് പറയുന്നു, അദ്ദേഹം മുഹദ്ദിസാണെന്ന് പറയുന്നു. അല്ല എന്ന് തെളിയിക്കാൻ കഴിവുള്ള ഒരൊറ്റ എണ്ണം അവിടെ ഉണ്ടെങ്കിൽ പാവാം, ഒരൊറ്റ എണ്ണം. അതുപോലെ തന്നെ ആ പറഞ്ഞ വെല്ലുവിളി ഉണ്ടല്ലോ, മൻ ഫഹിമ ഹാദാ മിൻ സലഫിൽ ഉമ്മത്തി വൽ യൗമിൽ ഇസ്ലാം ഫസ്കുൽ ലനാ അൻ റജുലിൻ വാഹിദി മിൻ സഹാബത്തി വത്താബീൻ. കൊണ്ടുവാ ഒരൊറ്റ സഹാബി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്ന് പറയാനില്ല,
കൊണ്ടുവാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി ഖബറിലേക്ക് പോയി തേടാമെന്ന് പറഞ്ഞു കൊണ്ടുവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അല്ല അസായത് വെച്ച് തേടാമെന്ന് പറഞ്ഞുവാ. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ കഴിയില്ല. മറിച്ച് ആ ആയത്ത് എന്താ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായി തന്നെ വലൗ അന്നഹും ഇല്ലനഹു അൻഫുസുഹും ജാഊക, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അരിയിലേക്ക് പോകണമെന്നുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമായി തന്നെ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നു? വലൗ അന്നഹും ഇല്ലനഹു അൻഫുസുഹും ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഉദ്ധരിക്കാം, ഒറ്റ സെക്കൻഡ് ഇൻഷാ അല്ലാഹ്. ഭാഗം നിർക്കട്ടെ. ഖൗലുഹു തആല വലൗ അന്നഹും ഇല്ലനഹു അൻഫുസുഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് എന്ന ആയത്തിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞത് പറയാണ്. അൽ അവ്വലു അന്ന ദാലിക തഹാകുമ ലത്താഹൂതി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് തങ്ങള്, അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് എന്ന് പറയുന്ന മഹാനായ സഹാബി, ഈ ആയത്ത് വഫാത്തിന് ശേഷം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് അപേക്ഷിക്കണം എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? വേറെ എന്തർത്ഥം അതിന് കൊടുക്കുക? വഫാത്തിന് ശേഷവും റസൂലുള്ളാഹിയോട് ഇത് അപേക്ഷിക്കണമെന്ന് അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് തഫ്സീർ പറഞ്ഞാൽ അതിന്റെ അപ്പുറം അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് ആ അർത്ഥത്തിൽ വിശദീകരിച്ചാൽ എന്ന് വെച്ചാൽ ഈ ഹദീസ്, ഈ ആയത്ത് നിലനിൽക്കുന്നു, ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താണ് എന്ന് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വഫാത്തിന് ശേഷവും ഈ ആശയം നിലനിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ജീവിച്ചിരിക്കുന്നിടത്തേക്കാ പോകല്? വഫാത്തിന് ശേഷം റസൂലുള്ള ജീവിച്ചിരിക്കുന്ന ഹദ്റത്തിൽക്കാ പോകല്? നിങ്ങൾ പറയുന്ന പോലെ പള്ളിയിൽ ഇങ്ങനെ മിഹ്റാബിന്റെ അടുത്തിരിക്കുന്ന അവിടെ പോകുന്നത്? റസൂലുള്ള വഫാത്തായി കിടക്കുന്ന ഖബറിന്റെ അടുത്തേക്ക് പോകാം. ഇനി അവിടെ പോവാതിരിക്കുകയും ചെയ്യാം. അകലെന്ന് പറഞ്ഞാലും റസൂലുള്ള കേൾക്കും, അവിടെ ചെല്ലണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പറയുന്നത്. ഇർതകബതു അലൽ ഖത്താ എന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഇതിന്റെ ആശയം. റസൂലുള്ളാഹിയോട് അപേക്ഷിക്കണമെന്ന ആശയം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉസൂൽ ഹദീസ് അറിയുന്ന, അത് മാത്രമല്ല എത്ര ഇമാമിങ്ങൾ, നിങ്ങൾ ഇമാം നബവിനെ ഇട്ടിട്ട് ഇങ്ങനെ കള്ള ഇബാറത്ത് വായിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട നബവി ഇമാമ് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ കഴിയാതെ കുടുങ്ങിയില്ലേ നിങ്ങൾ? എന്നാൽ അതേ നബവി ഇമാമല്ലേ പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ഇസ്തിശ്ഫാ ചെയ്യണം. എന്നിട്ട് വമിൻ അഹ്സനി മാ യഖൂലു മാ ഹകാഹുൽ മാവറദിയു വൽ ഖാദി അബു ത്വയ്യിബ് വസായിറു അസ്ഹാബിനാ എന്നിങ്ങനെ തുടങ്ങി അനിൽ ഉത്ബി മുസ്തഹ്സിനീന എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാണ്. ഇങ്ങനെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ വെച്ച് കുന്തുജാലിസൻ എന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്ത് അവിടെ ഓതുകയും വഖദ് ജിതുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് തങ്ങളോട് ശഫാഅത്ത് തേടിയും കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇവിടെ പറയൽ നല്ലതാണ് എന്ന് ഇമാം നബവി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾ പറയില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മാത്രമല്ല അതേ ആശയം തന്നെയല്ലേ ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത്. ഇബ്നു കസീർ ശിർക്കാ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ ആശയാണ് ആ പറഞ്ഞതൊക്കെ. പിന്നെ ഉസൂലുൽ ഹദീസ് മനസ്സിലാക്കിയിട്ട് മൂപ്പര് പറഞ്ഞതാ 11 ആളുകൾ പറഞ്ഞത് വായിക്കുന്നു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തപ്പോ ഈ വായിക്കാൻ പോണെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ലഈഫ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല മൗലവി. ലഈഫ് എന്ന് പറഞ്ഞതിന്റെ കാരണം വിവരിക്കണം. ആ കാരണം ശരിയല്ല എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ലഈഫ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അഹ്മദ് ബിൻ ഹംബല്, യഹ്യ ബിൻ മഈൻ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, എത്രത്തോളം ഇമാം ഷാഫി പോലും അവർ ഹദീസ് പഠിക്കാറുണ്ടായിരുന്നു. അബ്ദുൽ അസീസ് ബിൻ അബീ റവാദ് എന്ന ആളിൽ നിന്ന് ഇമാം ഷാഫി തങ്ങൾ പോലും പഠിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയ ആ തിഖത്തായ വിശ്വസ്തനായ ആള്, വിശ്വസ്തനാണെന്ന് ഇവരൊക്കെ പറഞ്ഞ ആള്. അതിനെ സംബന്ധിച്ച് പിൻകാലത്ത് ചില ആളുകള് പിന്നെ ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലഈഫാണെന്ന് പറഞ്ഞതിന്റെ കാരണം വിവരിക്കണം. അപ്പോഴാ തിരിയ
കാരണം വിവരിച്ചു നോക്കുമ്പോൾ അത് കാരണമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനും ഇർജ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടിട്ടുണ്ടോ? സുഹൈൽ മൗലവി ഇബ്നു ഹജർ തങ്ങൾ എന്താ പറഞ്ഞത്? ഹാഫിദ് തങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിൽ ഇർജ ഉണ്ടെന്നും ചിലപ്പോൾ ഖത സംഭവിക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് പിന്നീട് ഇബ്നു ഹിബ്ബാൻ മത്രൂക്കുൻ, ഇയാളെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. മത്രൂക്കാണെന്ന് പറഞ്ഞത് നിലനിൽക്കില്ല. അഫ്റത ആ പറഞ്ഞത് അമിതമായി പോയി. സ്വീകരിക്കേണ്ട മഹാനാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളാണ്. മത്രൂക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് സുഹൈൽ മൗലവി ഇബ്നു ഹജർ ഹാഫിദ് പറഞ്ഞത്. എന്ത് പറയാനുണ്ട്? അതാ പറഞ്ഞത് ABCD അറിയില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അലിഫ് ബാ അറിയില്ല എന്ന്. അതൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന പദ. ഇതൊക്കെ പിടിച്ചു തൂങ്ങാന്നല്ലാതെ ഒരു കാര്യം ചോദിക്കാൻ കഴിയേണ്ട നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനും കഴിയുന്നില്ല, ചോദിച്ചതിനൊന്നും മറുപടി പറയാനും കഴിയുന്നില്ല. നിങ്ങളുടെ എല്ലാ മുഖദ്ദിമകളും എല്ലാ തത്വങ്ങളും തകർന്നില്ലേ? ഇവിടെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം പൊളിഞ്ഞു. നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റുബൂബിയ്യത്ത് ഇവിടെ പിന്നെ മഹാന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു. തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അത് റസൂലുള്ളാഹിക്ക് കഴിയുമെന്ന് റസൂലുള്ള പറയുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോ 9 ചോദ്യവും 9 ഉത്തരവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യത്തിനുള്ള അവസാന അവസരമാണ്. ഒരവസരം കൂടി ഉത്തരം പറയാനും അവശേഷിക്കുന്നുണ്ട്. ഇതിനുശേഷം അവലോകനമോ മറ്റോ ഇല്ല എന്ന് ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ്. സ്വന്തം ക്ലാസ് റൂമുകളിലൂടെ അത് നടത്താവുന്നതാണ്. ചോദ്യം ചോദിക്കാനുള്ള അവസാന ചാൻസ് ഉപയോഗപ്പെടുത്തുന്നതിന് മുജാഹിദ് വർഷത്തു നിന്നുള്ള ആളുകൾ വരണമെന്ന് അഭ്യർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ മുസ്ലിയാര് നഫീസത്ത് മാല വിട്ട് അല്ലേ? നാട്ടുകാരെ കൊണ്ട് മുഴുവനും പാടിക്കോളി പെണ്ണുങ്ങൾ ഗർഭിണിയായിട്ടുള്ള ആളുകള് പഴയ കാലത്ത് അങ്ങനെ ആക്കിയിരുന്നു ഇങ്ങനെ ആക്കിയിരുന്നു, വിളിച്ചോ മമ്പർത്ത തങ്ങളെ വിളിച്ചോ എന്നൊക്കെ പറയണ രാഗം പാടിയിരുന്ന മൊയ്ലിയാക്കന്മാര്, നഫീസത്ത് മാല പാടിപ്പിച്ചിരുന്ന മൊയ്ലിയാക്കന്മാര് പറയാണ് ഈജിപ്തിലല്ലേന്ന് നിങ്ങളാ മാല കെട്ടിയോ? സലാമാക്കവി ഇയ്യെന്നെ എത്ര പോലും തിന്നുണ്ട് മാല പാടിയിട്ട് ഇല്ലേ? ഇല്ലേ? തിന്നിട്ടില്ലേ? അപ്പൊ അത് പോയല്ലേ? ആ മാല പോയി, മാല പോയി. അപ്പൊ സലാം ബാക്കവിയോട് ചോദിക്കുന്നത് അതാണ്. സലാം ബാക്കവിയോട് ചോദിക്കുന്നത് അതാണ്. പിന്നെ ആസിബിന് ബർക്കിയ ഇവിടെ മൊയ്ലിയർ ഭയങ്കരത്തിൽ പറഞ്ഞു. ആസിബിന് ബർക്കിയ കൊണ്ടുവന്നു, സിംഹാസനം കൊണ്ടുവന്നോട്ടെ. എന്താ ഇനി മൊയ്ലിയരെ കാര്യം? നിങ്ങൾ റേഷൻ പീടിയെന്ന് സഞ്ചിയിൽ സാധനം കൊണ്ടുവരുന്ന പോലെയാണോ കൊണ്ടുവന്നത്? അല്ല, മുജാഹിദുകൾ പറയുന്നത് പോലെ അള്ളാഹുവിനോട് തേടി ഇസ്മുല്ലാദം. അതെ, അദ്ദേഹത്തിന് ഇസ്മുല്ലാദം അറിയുമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതാണുള്ളത്. മൊയ്ലിയരെ മനസ്സിലാക്കിക്കോ, ഞങ്ങളും പറയുന്നത് അള്ളാഹിനോട് തേടാനാ. നിങ്ങൾ അതല്ല ചെയ്യണത്. നിങ്ങള് മമ്പൊർത്ത തങ്ങളോടും മൊനമ്പത്തെ ചേച്ചിയോടും കുപ്പസാബിയോടും പേരുള്ളതും പേരില്ലാത്തതുമായ സകലതിനോടും തേടുന്നു. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര മറഞ്ഞ വഴി. ആക്ച്വലി നിങ്ങളിത് മറഞ്ഞ വഴിയല്ല, നിങ്ങളത് ഈ മറഞ്ഞ വഴിയല്ല, വളഞ്ഞ വഴിയാണ്. നാട്ടുകാരെ പറ്റിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ദാരിമ്യൊക്കെ അല്ലേ ഈ ഇടിയങ്ങര ഷെയ്ഖിന്റെ അപ്പവാണിമ. കയ്യുള്ളവനക്ക് കയ്യില്ലാത്തപ്പം കാലില്ലാത്തപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി തിന്നിട്ട് അതിന്റെ ഹറാമിൽ നിന്ന് വളർന്നു വരുന്ന ദാരിമികൾക്ക് നന്ദി ദാറുസ്സലാം കോളേജ് നടത്തുന്ന അതിന്റെ വരുമാനം കൊണ്ട്, ആ വരുമാനം കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന ദാരിമിമാർക്ക് ന്യായീകരിക്കേണ്ടി വരും. ഇത് മറഞ്ഞ വഴിയല്ല, മറിച്ച് വളഞ്ഞ വഴിയാണ്. ലോകത്തുള്ള കേരളത്തിലുള്ള മുസ്ലിങ്ങളെ ശിർക്കും കുഫറും ചെയ്യിപ്പിച്ച് ജാറങ്ങളിൽ വെച്ചിട്ടുള്ള ഭണ്ഡാരപ്പെട്ടികൾ നിറക്കുവാനുള്ള വളഞ്ഞ വഴിയാണ് മൊയ്ലിയാക്കന്മാരെ നിങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് മുജാഹിദുകൾ
ഈ ഖിയാമത്ത് നാൾ വരെയും മുജാഹിദുകൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഈ ശിർക്ക് ജനങ്ങൾക്ക് പറയുക തന്നെ ചെയ്യും. ഇനി ഞങ്ങൾ പറയുന്നു, അതെ, യാറങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ജനങ്ങളെ വിളിക്കുന്നു. എന്നാൽ കേട്ടോ, ഔലിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടിയിരുന്ന ഒരു വിഭാഗം ആളുകളെ ദാനിയേൽ പ്രവാചകന്റെ ഖബറ്, അതെ, ആസാറുകൾ കൊണ്ട്, അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കൊണ്ട് ബറക്കത്തെടുത്തിരുന്ന അതേ ആ ആളുകളെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണം? എന്റെ ചോദ്യമാണ്. വിദായ വന്യഹായയിൽ സനദോടുകൂടി വന്നിട്ടുള്ള ചരിത്ര സംഭവം, ഉമർ റളിയല്ലാഹു അൻഹു 30 കുഴികളുണ്ടാക്കി, അത് മുഴുവൻ അതെ ആരും അറിയാതെ മൂടി, ആ അവശിഷ്ടങ്ങൾ മുഴുവൻ മൂടി ദാനിയേൽ പ്രവാചകന്റെ ഇറാഖിലുള്ള ഖബറ്. എന്താണ്? ആരുടെ ദീനാണ്? സഹാബത്തിന്റെ ദീന്. മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തുത്തിരിക്കുക, എന്തെങ്കിലും ഒരു ആധാർ കിട്ടാൻ വേണ്ടി കാത്തുത്തിരിക്കാണ്. പിന്നെ നിങ്ങൾ കയ്യും കാലും, ഇവിടെ ഇതിൽ പറഞ്ഞു, കയ്യും കാലും ആവും ഔലിയാക്കന്മാര്, കയ്യാവും കാലാവും കണ്ണാവും. ആയിക്കോട്ടെ, ഔലിയാക്കന്മാരെ വിളിച്ചു ചോദിക്കൂ. നിങ്ങളോട് ആരെ പറഞ്ഞു ചോദിക്കാൻ? ഔലിയാക്കന്മാരോട് ഏത് ഹദീസിലാണുള്ളത്? അങ്ങേലെ ആലിക്കുട്ടി ആജിക്ക് 10 മക്കളും 2 ഭാര്യമാരുണ്ടെങ്കിൽ അയാൾക്കല്ലേ മൊയിലേറെ ഇങ്ങക്കെന്തായിന്? ആരാന്റെ ഇത് നോക്കിയിട്ട് അതിനെന്തിനാ നിങ്ങൾ തേടുന്നത്? നിങ്ങളെ തേട്ടം അത് ശിർക്കാണ്. അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത്. എവിടെയും ആസിബിന് ബർഖിയ തേടിയത് അള്ളാഹുവിനോടാണ്. അതൊന്നും മിണ്ടാണ്ട് ആ മൗലിയാബ കൊണ്ടെന്നില്ലേ എങ്ങനെ കൊണ്ടെന്ന് തേടി, അള്ളാഹുവിനോട് തേടി. അവിടെയും അള്ളാഹുവിനോട് തേടുവാനാണ് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ദീനാണോ അതോ ഉമർ റളിയല്ലാഹുവിന്റെ ദീനാണോ അതോ ഇറാഖിലെ ആ പട്ടണത്തിൽ അമ്പിയാക്കളുടെ ആസാറുകൾ കൊണ്ട് അൽഹംദുലില്ലാ, എന്താ പോയി കേട്ടത്? സംവാദാണിത്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത്. സുഹൈൽ യൂസഫ് കൈ നോക്കി ഇതിനൊന്നും ഒഴിവാക്കി കിട്ടാം. ഇത് ഒഴിവാടില്ല, ഓപ്പന് റൈസ് ഹാൻഡ് ഒഴിവാക്കി. മൗലവിമാര് കുടുങ്ങിയെന്ന് കണ്ടപ്പോ ഒരു സാധുവിനെ കൊണ്ടുവന്നിട്ട് സലാം ബാക്കബി ഇജ്ജി തിന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കണ ഒരു പടുവിനെ കൊണ്ടുവന്നിട്ട് ഇത് കലക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരം ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സംഗതി ആളുകൾക്കൊക്കെ തിരിഞ്ഞു. നിങ്ങൾ ഇത്ര ദയനീയമായ പരാജയത്തിലാണ്, ചോദിക്കാൻ നിങ്ങൾക്കില്ല, ഉത്തരം പറയാൻ നിങ്ങൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഈ ഒരു സാധുവിനെ കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ജനങ്ങളെ കൊണ്ട് ചിരിപ്പിച്ചത് എന്തിനാ? വല്ലാത്ത രസമായിപ്പോയി. ഏതായിരുന്നാലും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒറ്റൊന്നിന് മറുപടി പറയാൻ സാധിച്ചില്ല. 2 എണ്ണത്തിന് മറുപടി പറഞ്ഞു കിട്ടിയ അൽഹംദുലില്ലാ. അതോടുകൂടെ സമ്മതത്തോടുകൂടെ ചോദിക്കാമെന്നും സമ്മതത്തോടുകൂടെ ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാവുന്നതൊക്കെ മറ്റുള്ളവരിലേക്ക് ചേർക്കുന്നതിൽ ഒരു ശിർക്കുമില്ല എന്നും ഇവർ സമ്മതിച്ചു. അതുപോലെ മറ്റുള്ളവർക്ക് കഴിയുന്ന കാര്യങ്ങൾ, മനുഷ്യന്മാർക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ റസൂലുള്ള പൊറുക്കലിന് തേടുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് തൊടാൻ കഴിഞ്ഞില്ല. ഞാൻ ഓതി വെച്ച ഹദീസിനെ തൊടാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്ക് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാൻ ഞാൻ കാര്യമായി ഉസൂലാണ്ട് പറഞ്ഞു കൊടുത്തപ്പോ മിണ്ടാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ. അതുപോലെ മുഅ്ജിസത്ത് കറാമത്ത് സംബന്ധിച്ച് ഞങ്ങളുടെ വിഷയാവതരണത്തിൽ വളരെ വിശദമായി പറഞ്ഞു. അള്ളാഹു മഹാന്മാർക്ക് പ്രത്യേകമായ കഴിവ് കൊടുക്കും. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ നേതാവ് ഷൗക്കാനി പോലും പറഞ്ഞത് അള്ളാഹു ഇഷ്ടദാസന്റെ കയ്യാകും കാലാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് പ്രത്യേക പ്രകാശം നൽകുമെന്ന് മറ്റൊരു ഹദീസിലുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം ആ പ്രകാശം കിട്ടിയ കൈകാലുകൾക്ക് അതില്ലാത്തവർക്കുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാകും. അങ്ങനെ വജ്അൽനീ നൂറ, എന്നെ മുഴുവനും നൂറാ എന്ന് പറഞ്ഞാൽ ആ മുഴുവനും നൂറായി മാറിയാലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അതുകൊണ്ട് ആ കഴിവിൽപ്പെട്ടതാണ് മഹാന്മാരാ
സാലിഹീങ്ങളായ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ആ ചോദിക്കുന്നത് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാദാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹു അവന്റെ ഒരു മനുഷ്യൻ അവന്റെ ഇഷ്ടദാസനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും എന്ന ഇനത്തിൽ ഈ സഹായങ്ങളെല്ലാം പെടുന്നു എന്നും, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ സഹായിയാണ്, മറ്റ് മുഅ്മിനീങ്ങളൊക്കെ സഹായിയാണ്. ഉമ്മൂമൻ മളാ വമൻ ബഖിയ, കഴിഞ്ഞു പോയവരും ശേഷിക്കുന്നവരും ഒക്കെ അള്ളാഹുവിന്റെ ആ ഇഷ്ടദാസന്മാരൊക്കെ മുഅ്മിനീങ്ങളുടെ സഹായിയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഈ ആയത്ത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും സഹായം തേടാൻ നമ്മോട് പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തെളിഞ്ഞു. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ, സൃഷ്ടാവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാൻ പറ്റുമോ? വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ആകെ 3 ചോദ്യം ചോദിച്ചിട്ട് വളരെ കൃത്യമായി ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. ചോദിക്കാൻ തന്നെയല്ല സാധുക്കൾക്ക്. പിന്നീട് നിങ്ങൾ ചോദിച്ചു മറഞ്ഞ മാർഗത്തിൽ ഇസ്തിഗാസ നടത്തി എന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ഹദീസ് അങ്ങോട്ട് ഓതിയപ്പോ മിണ്ടുന്നില്ല. ഈ ആയത്തിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ ആ വിശദീകരണം പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഇനി എത്രയുണ്ട്? കണ്ണങ്ങോട്ട് വീണു പോയപ്പോൾ കണ്ണ് സുഖാക്കാൻ ഭൗതിക കാരണത്തിൽ പോകേണ്ടത് ഡോക്ടറെ അടുത്തേക്കാണ്. എന്റെ കണ്ണ് പോയെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നു. എത്ര ഹദീസുകളുണ്ട്? അഭൗതിക രൂപത്തിലല്ലേ ഈ സഹായം? ഇതൊക്കെ റസൂലുള്ളാഹി അംഗീകരിക്കുന്നു. ഇങ്ങനെ എത്ര ഹദീസുകൾ. വെള്ളമില്ലാതെയായപ്പോൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വരുന്നു. വെള്ളം കൊടുക്കേണ്ടത് അല്ലാഹല്ലേ? വെള്ളം കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കഴിവിൽപ്പെട്ടതാണോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യല്ല, കയ്യിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നു. ശത്രുവിന് കാണിച്ചു കൊടുത്തതോ വെല്ലുവിളിയോ അല്ല, മുഅ്മിനീങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെ അഭൗതിക രൂപത്തിൽ എത്ര സഹായങ്ങൾ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു. റസൂലുള്ളാഹി അവിടെയൊക്കെ ഉത്തരം ചെയ്തു, അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. എത്രയോ കൃത്യമായ തെളിവുകൾ. ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട ഏതെങ്കിലും സഹാബി ഈ വിധത്തിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, ഞാനതങ്ങോട്ട് വായിച്ചപ്പോ ചിലർ വാറോലാന്നൊക്കെ എഴുതുന്നുണ്ടല്ലോ, പിന്നെ മിണ്ടുന്നത് കേട്ടില്ലല്ലോ. എന്തേ ആ ഹദീസിനെ സംബന്ധിച്ച് ഏതായാലും വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ 10 സെക്കൻഡ് കൂടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിന് കുഴപ്പമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു ഇടപെടൽ അബൂഇസാന്റെ ഭാഗത്തു നിന്ന് കുറച്ച് വ്യക്തിപരമായി എടോ നീ എന്നൊക്കെ പറഞ്ഞ ചില പരാമർശങ്ങൾ ഉണ്ടായതൊഴികെ മൊത്തത്തിൽ എല്ലാവരും വളരെ മാന്യമായി സംസാരിക്കുകയും വളരെ ഭംഗിയായി പരിപാടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ചർച്ചകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചർച്ചകൾക്ക് ഇനിയും അവസരമുണ്ടാവട്ടെ എന്നും ഇതിൽ നിന്ന് സത്യമായി മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സ്വന്തമായ റൂമുകളിൽ അവലോകനങ്ങൾ നടത്താം. ഇവിടെ ഇനി അവലോകനങ്ങളും മറ്റും ഒന്നും ഇല്ല എന്ന് അറിയിക്കുകയാണ്. റൂം ക്ലോസ് ചെയ്യണമെന്ന് അറിയിക്കുന്നു.